കേട്ടറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ക്യുക്ക് റിവിഷൻ ക്ലാസ് ആണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള ഒരു 60 മിനിറ്റിൽ ഒതുങ്ങുന്ന 50 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹാർഡ്ലി വി വിൽ ഗെറ്റ് ഓർ ജസ്റ്റ് മോർ ദാൻ 1 മിനിറ്റ് പെർ ക്വസ്റ്റ്യൻ. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിലേക്ക് പോകാം വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം. വാട്ട് ഐ തിങ്ക്, അതായത് വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോൾ ആദ്യം പറയാണ് 60 മിനിറ്റ് 50 ചോദ്യങ്ങൾ. റാപ്പിഡായിട്ട് നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോവും, ക്വിക്ക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വരും. ഇത് നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ശരി. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ എത്ര തരം ഭാഷണങ്ങളുണ്ട്? ഭാഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീച്ച്, ഭാഷണം, സ്പീച്ച്. അതായത് പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കും, വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ 3 തരം ഭാഷണങ്ങളുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് സോഷ്യൽ സ്പീച്ച്, പിന്നെ പ്രൈവറ്റ് സ്പീച്ച്, പിന്നെ ഇന്നർ സ്പീച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതായത് സാമൂഹ്യ ഭാഷണം, സ്വകാര്യ ഭാഷണം, ആത്മഭാഷണം. സാമൂഹ്യ ഭാഷണം, സ്വകാര്യ ഭാഷണം, ആത്മഭാഷണം. ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും സാമൂഹ്യ ഭാഷണമാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഭാഷണം എന്ന് തോന്നിയേക്കാം. അല്ല, ഒരു 2 വയസ്സിലുള്ള കുട്ടികൾ മറ്റുള്ള കുട്ടികളോട് സംസാരിക്കുന്നത് ഇതിനെയാണ് വൈഗോട്സ്കി എന്ന് വിളിച്ചത്? സോഷ്യൽ സ്പീച്ച് എന്ന് വിളിച്ചത്. പിന്നെ പ്രൈവറ്റ് സ്പീച്ച് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു 3 വയസ്സോട് കൂടിയാണ്. പക്ഷെ അത്തരം ഭാഷണങ്ങൾ കുട്ടിക്ക് ഇന്റേണലൈസ് ചെയ്യാൻ കുറെ കൂടി സമയമെടുക്കും. ഇന്നർ സ്പീച്ച്, അതാണ് ആത്മഭാഷണം. ഇതൊരു ഡെവലപ്മെന്റ് സ്റ്റേജിലുള്ള ഒരു ഭാഷണമാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വൈഗോട്സ്കി 3 തരം ഭാഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സോഷ്യൽ സ്പീച്ച്, മറ്റൊന്ന് പ്രൈവറ്റ് സ്പീച്ച്, മറ്റൊന്ന് ഇന്നർ സ്പീച്ച്. അടുത്തത്, അറിവ് ഒരു സാമൂഹ്യ ഉൽപ്പന്നമാണ് എന്നഭിപ്രായപ്പെട്ടത് അഗൈൻ വൈഗോട്സ്കി. അറിവ്, സോ നോളജ് ഈസ് എ സോഷ്യൽ പ്രോഡക്റ്റ്. അതായത് ശ്രദ്ധിക്കുക, ഇത് വൈഗോട്സ്കിയുടെ തന്നെ ഒരു വാക്കാണ്. നോളജ് എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ഉൽപ്പന്നമാണ്. ഇറ്റ്സ് എ സോഷ്യൽ പ്രോഡക്റ്റ്. അതായത് വ്യക്തിയുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാത്രമല്ല അറിവ് എന്ന് പറയുന്നത്. അറിവ് സാമൂഹ്യ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സമൂഹത്തിലെ സാംസ്കാരിക ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട്, വൈഗോട്സ്കി അതിന് പറഞ്ഞ വാക്ക് കൾച്ചറൽ ഇൻസ്ട്രുമെന്റ്സ് എന്നാണ്. അപ്പൊ ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ചാൽ ഉപകരണമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. അതായത് സ്കൂൾ ഒരു സാമൂഹ്യ, ഒരു കൾച്ചറൽ ഇൻസ്ട്രുമെന്റ് ആണ്. ചർച്ച് ഒരു കൾച്ചറൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു ഗ്രാമസഭ ഒരു കൾച്ചറൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു പഞ്ചായത്ത് ഓഫീസ് ഒരു കൾച്ചറൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു ബസ് സ്റ്റോപ്പ് ഒരു കൾച്ചറൽ ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് സാമൂഹ്യ ഉപകരണങ്ങളുമായി, സമൂഹവുമായി ബന്ധപ്പെട്ട് കുട്ടി നേടിയെടുക്കുന്ന, അല്ലെങ്കിൽ സാമൂഹ്യ സാംസ്കാരിക സാഹചര്യത്തിൽ കുട്ടികൾ ഇടപഴകുമ്പോൾ അവർക്ക് കിട്ടുന്ന അറിവാണ് ഒരു യഥാർത്ഥ അറിവ്. അതിനെയാണ് അദ്ദേഹം ഒരു സാമൂഹ്യ ഉൽപ്പന്നം എന്ന് പറഞ്ഞത്. അപ്പൊ ചോദ്യം വളരെ സിമ്പിൾ ആണ്, പക്ഷെ അതിന്റെ ആശയം വളരെ വലുതാണ്. അറിവ് ഒരു സാമൂഹ്യ ഉൽപ്പന്നമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ലീവ് വൈഗോട്സ്കി. വളരെ നേരത്തെ മരിച്ചുപോയ 39-ാമത്തെ വയസ്സിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഒരു റഷ്യൻ ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ് ആണ്. ആര്? റഷ്യൻ, നമ്മുടെ ലീവ് വൈഗോട്സ്കി. ഇനി തോട്ട് ആൻഡ് ലാംഗ്വേജ് ആരുടെ രചനയാണ്? അഗൈൻ വൈഗോട്സ്കി. അതായത് ചിന്തയും ഭാഷയും. ഒരുപാട് പറയാനുണ്ട്. ഇനി അടുത്ത ചോദ്യം വരുമ്പോൾ ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് പറയാം. സോ തോട്ട് ആൻഡ് ലാംഗ്വേജ് ആരുടെ രചനയാണെന്ന് ചോദിച്ചാൽ ലീവ് വൈഗോട്സ്കി. പക്ഷെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാവുന്ന വേറെ ചോദ്യങ്ങൾ വരാം. ഉദാഹരണത്തിന് ഭാഷയും ചിന്തയും എന്നാണെങ്കിൽ അത് വേറെയാണ്. അതായത് തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വൈഗോട്സ്കിയുടെ രചനയാണ്. പക്ഷെ ലാംഗ്വേജ് ആൻഡ് തോട്ട്,
ഈ ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന ഹെഡിങ്ങിൽ രണ്ടാള് പ്രധാനമായിട്ടും പുസ്തകം എഴുതിയിട്ടുണ്ട്, നമ്മൾ അറിയണം. ഒന്ന് നമ്മുടെ ജീൻ പിയാഷെ, രണ്ടാമത്തെ ആള് നോം ചോംസ്കി. അപ്പൊ രണ്ടുപേര് ഇതേ തലക്കെട്ടിൽ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഭാഷയും ചിന്തയും, അതായത് ലാംഗ്വേജ് ആൻഡ് തോട്ട്. ഒന്ന് ജീൻ പിയാഷെ, രണ്ട് നോം ചോംസ്കി. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ചിന്തയും ഭാഷയും എന്ന തലക്കെട്ടിൽ പുസ്തകം എഴുതിയത് വൈഗോട്സ്കി ആണ്. പിന്നെ അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പുസ്തകത്തില്. അതായത് ഭാഷ വേറെയാണ് ഉത്ഭവിക്കുന്നത്, ചിന്ത വേറെയാണ് ഉത്ഭവിക്കുന്നത്. ഓക്കെ. പിന്നെ കുട്ടിക്ക് 2 വയസ്സാവുന്നതോടുകൂടി ഭാഷയും ചിന്തയും ഒരുമിച്ച് ചേരുന്നു. പിന്നെ അത് രണ്ടും ഒരുമിച്ചാണ് വികാസം പ്രാപിക്കുന്നത്. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഒറിജിനേറ്റ്സ് ഡിഫറെന്റ്ലി, തോട്ട് ഒറിജിനേറ്റ്സ് ഡിഫറെന്റ്ലി, ബട്ട് അറ്റ് ദ ഏജ് ഓഫ് 2, when the child become 2 years young or 2 years rather old, ഈ സമയത്ത് ലാംഗ്വേജും തോട്ടും കൺവേർജ് ചെയ്യുന്നു, എന്നിട്ട് ഒരുമിച്ച് പോകുന്നു എന്നാണ് വൈഗോട്സ്കിയുടെ അഭിപ്രായം. അപ്പൊ പരീക്ഷകൻ നിങ്ങളോട് ചോദിക്കും, ഭാഷ ഉത്ഭവിക്കുന്നത് സ്വതന്ത്രമായാണ്, ചിന്ത ഉത്ഭവിക്കുന്നത് സ്വതന്ത്രമായാണ്, അല്ലെങ്കിൽ ഭാഷയുടെയും ചിന്തയുടെയും ഉത്ഭവം സ്വതന്ത്രമാണെങ്കിലും 2 വയസ്സാകുന്നതോടുകൂടി കുട്ടിക്ക് ഈ രണ്ടും ഒരുമിച്ച് ചേർന്ന് അത് ഒരുമിച്ച് വികാസം പ്രാപിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ വൈഗോട്സ്കി എന്ന് എഴുതണം. വൈഗോട്സ്കി പറഞ്ഞ പല കാര്യങ്ങളും വൈഗോട്സ്കിയുടെ മരണത്തിന് ശേഷം മറ്റുള്ളവര് കമ്പൈൽ ചെയ്ത് എഴുതിയതാണ്, അതും കൂടെ മനസ്സിലാക്കുക. സോ തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആരുടെ രചനയാണ്? വൈഗോട്സ്കിയുടെ. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, ജീൻ പിയാഷെ ആണ് തോട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, അതുകൊണ്ട് തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന പുസ്തകം എഴുതാനുള്ള സാധ്യത പിയാഷെ ആയിരിക്കും എന്ന് നിങ്ങൾ റീസണബിളി ആലോചിച്ചാൽ തെറ്റും. ഓക്കെ. അപ്പോ ജീൻ പിയാഷയുടെ പുസ്തകത്തിന്റെ പേര് ഭാഷയും ചിന്തയും എന്നാണ്. ഇതേ പേരിൽ നോം ചോംസ്കിയുടെ പുസ്തകവും ഉണ്ട്. ഇനി പഠിതാവിന്റെ നിലവിലെ ഭൗതിക നിലവാരവും സാധ്യതാ നിലവാരവും തമ്മിലുള്ള അന്തരത്തെ വൈഗോട്സ്കി എന്താണ് വിളിച്ചത്? നിങ്ങൾക്ക് ഇവിടെ ഉത്തരവുണ്ട്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ZPD. ഈ ZPD ഒന്ന് വിശദമായി പറയുകയാണെങ്കിൽ, അതായത് പഠിതാവ് സ്വന്തം നിലവാരത്തിൽ സ്വന്തം കഴിവ് ഉപയോഗിച്ച് പഠിച്ചാൽ, അതായത് മറ്റുള്ളവരുടെ ആരുടെയും സഹായം കൂടാതെ സ്വന്തമായി പഠിച്ചാൽ എത്തിച്ചേരാവുന്ന വികസനത്തിന്റെ ഒരു തലമുണ്ട്. അതിനെ വൈഗോട്സ്കി പറഞ്ഞത് കറന്റ് എബിലിറ്റി ലെവൽ, നിലവിലുള്ള ശേഷി നിലവാരം. അതായത് പഠിതാവ് ആരുടെയും സഹായമില്ലാതെ സ്വന്തം കഴിവ് വെച്ച് പഠിച്ചാൽ എത്തിച്ചേരാവുന്ന വികസനത്തിന്റെ ഒരു തലമാണ് കറന്റ് എബിലിറ്റി ലെവൽ. ഇനി സപ്പോസ് വിഷയത്തിൽ അറിവുള്ള മറ്റൊരാളുടെ സഹായത്തോടുകൂടി കൈത്താങ്ങോടുകൂടി കുട്ടി പഠിച്ചാൽ കുട്ടി എത്തിച്ചേരാവുന്ന ഒരു തലമുണ്ട്, അതാണ് വികസനത്തിന്റെ സാധ്യതാ തലം, അതായത് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ്, വികസനത്തിന്റെ സാധ്യതാ നിലവാരം. അപ്പൊ കറന്റ് എബിലിറ്റി ലെവലും ഉണ്ട്, പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും ഉണ്ട്. അപ്പോ പഠിതാവിനെ കറന്റ് എബിലിറ്റി ലെവലിൽ നിന്ന് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അധ്യാപകന്റെയും അതുപോലെ തന്നെ വിഷയത്തിൽ കൂടുതൽ അറിവുള്ള മറ്റൊരാളുടെയും ധർമ്മം. ഓക്കെ. അപ്പൊ ഈ 2 ലെവലും തമ്മിലുള്ള അന്തരത്തെയാണ്, ഈ ഗ്യാപ്പിനെയാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ? ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. പല പുസ്തകത്തിലും സോൺ ഓഫ് പ്രോക്സിമം ഡെവലപ്മെന്റ് എന്നാണ് ഉള്ളത്, തെറ്റാണ്. ലെവൽ ഓഫ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അപ്പോ എങ്ങനെയാണ് നമ്മൾ പഠിതാവിനെ നിലവിലുള്ള നിലവാരത്തിൽ നിന്നും സാധ്യതാ നിലവാരത്തിലേക്ക് എത്തിക്കുക? അതിന് അധ്യാപകൻ നൽകുന്ന സഹായത്തെയാണ് വൈഗോട്സ്കി കൈത്താങ് അഥവാ സ്കഫോൾഡിംഗ് എന്ന് വിളിച്ചത്. അതായത് പഠിതാവിനെ നിലവിലുള്ള കറന്റ് എബിലിറ്റി ലെവലിൽ നിന്നും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവുക. ഉദാഹരണത്തിന് അധ്യാപകൻ ഒരു ക്രിയ ചെയ്യാൻ കുട്ടിയോട് ആവശ്യപ്പെട്ടു,
പക്ഷെ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ അധ്യാപകൻ കുട്ടിയുടെ അടുത്ത് പോയിട്ട് ചില സൂചനകളും ചില നിർദ്ദേശങ്ങളും നൽകിയപ്പോൾ കുട്ടിക്ക് ആ ഗണിതക്രിയ ചെയ്യാൻ പറ്റി. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ സംഭവിച്ചത് സെറ്റ് ആണ്. അതായത് കുട്ടിക്ക് ഒറ്റയ്ക്ക് നോക്കിയപ്പോൾ അത് പറ്റിയില്ല. പക്ഷെ അധ്യാപകൻ ചില സൂചനകളും ഹിൻസ്, ചില നിർദ്ദേശങ്ങളും ഡയറക്ഷൻസും, ചില മാർഗനിർദ്ദേശങ്ങളും ഗൈഡൻസും നൽകിയപ്പോൾ കുട്ടി കറണ്ട് എബിലിറ്റി ലെവലിൽ നിന്നും കുറെ കൂടെ ഉയർന്ന് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് വന്നു. അതായത് അധ്യാപകൻ അവിടെ ചെയ്തത് കുട്ടിയെ വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ശരി. കൂടുതൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. MKO എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? MKO എന്ന് വെച്ചാൽ the more knowledgeable other. the more knowledgeable other, അതായത് കൂടുതൽ അറിവുള്ള മറ്റൊരാൾ, വിഷയത്തിൽ കൂടുതൽ അറിവുള്ള മറ്റൊരാൾ. അതായത് നമ്മുടെ പഠിതാവിനെ കറണ്ട് എബിലിറ്റി ലെവലിൽ നിന്നും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? ഉയർത്തിക്കൊണ്ടുവരുന്നത് ആരാണ്? ഈ വിഷയത്തിൽ കൂടുതൽ അറിവുള്ള മറ്റൊരാൾ. അത് അധ്യാപകനാവാം, ട്യൂഷൻ ടീച്ചറാവാം, ഈ സാഹചര്യത്തിൽ ഞാനാവാം, മോർ നോളജബിൾ അതർ. ഓക്കെ, എന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എബിലിറ്റി ലെവലിൽ നിന്നും നിങ്ങളെ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് ഉയർത്തി കൊണ്ടുവരിക. അതിന് ഞാൻ നൽകുന്ന കൈത്താങ്ങാണ് ഈ വീഡിയോ. മനസ്സിലായില്ലേ? ഓക്കെ, ശരി. അപ്പൊ MKO എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈഗോട്സ്കിയുമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് സോൺ ഓഫ് സെറ്റ് ഒക്കെ അറിയാം, എന്താണ് ഈ രണ്ടും തമ്മിലുള്ള അന്തരാണെന്നൊക്കെ അറിയാം. പക്ഷെ സെറ്റ് കുട്ടിയെ എത്തിക്കുന്നത് ആരാണ്? ദ മോർ നോളജബിൾ അതർ ആണ്. ആ മോർ നോളജബിൾ അതർ എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാണ് MKO ആയിട്ട് ചോദിച്ചത് പരീക്ഷക്ക്. അടുത്ത ചോദ്യം, ഭാഷാരഹിത ചിന്ത, ചിന്താരഹിത ഭാഷ എന്നത് ആരുടെ ആശയമാണ്? ഇത് കുറച്ചും കൂടെ വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറയാം, ഭാഷാരഹിത ചിന്ത. ഇതിന്റെ ഇംഗ്ലീഷ്, മലയാളം ഇംഗ്ലീഷ് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ പറയാം, സ്പീച്ച്ലെസ് തോട്ട്. സ്പീച്ച്ലെസ് തോട്ട്. ഇനി ചിന്താരഹിത ഭാഷ, അതായത് തോട്ട്ലെസ് സ്പീച്ച്. ഇതൊന്ന് എല്ലാവരും ഒന്ന് വായിക്കുക. ഭാഷാരഹിത ചിന്ത, അതായത് സ്പീച്ച്ലെസ് തോട്ട്. ചിന്തയുണ്ട് പക്ഷെ ഭാഷയില്ല. തോട്ട്ലെസ് സ്പീച്ച്, ചിന്തയില്ല പക്ഷെ ഭാഷയുണ്ട്. അപ്പോ ഭാഷാരഹിത ചിന്ത, ചിന്താരഹിത ഭാഷ, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, എന്നത് ആരുടെ ആശയമാണ്? വൈഗോട്സ്കി. ഞാൻ നേരത്തെ പറഞ്ഞു, ഭാഷ വേറെയാണ് ഉത്ഭവിക്കുന്നത്, ചിന്ത തോട്ട് വേറെയാണ് ഉത്ഭവിക്കുന്നത്, സ്വതന്ത്രമായാണ് ഉത്ഭവിക്കുന്നത്. അതായത് കുട്ടിക്ക് 1 വയസ്സ് 2 വയസ്സാവുമ്പോൾ ഈ ഭാഷാരഹിത ചിന്തയും ചിന്താരഹിത ഭാഷയും ഇവിടെ വെച്ച് കൺവേർജ് ചെയ്യുന്നു. പിന്നെന്ത് ചെയ്യുന്നു? പിന്നെ അത് ഒരുമിച്ച് പോകുന്നു. അപ്പൊ വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ലാംഗ്വേജ് വേറെ ഉത്ഭവിക്കുന്നു, ചിന്ത സെപ്പറേറ്റ് ആയിട്ട് വേറെ ഉത്ഭവിക്കുന്നു. 2-ാം വയസ്സാവുന്നതോടുകൂടി കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? ഭാഷയും ചിന്തയും ഒരുമിച്ച് ചേരുന്നു. അപ്പോ ഈ 2 വയസ്സിന് മുമ്പ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ലാംഗ്വേജ് ഉണ്ട് പക്ഷെ തോട്ടില്ല. അപ്പൊ ഈ ഏരിയ എന്താണ്? തോട്ട്ലെസ് സ്പീച്ച്. ഇനി ഈ ഏരിയയോ, ഇവിടെ തോട്ട് ഉണ്ട് പക്ഷെ ലാംഗ്വേജ് ഇല്ല. അപ്പോ എന്ത്? തോട്ട് ഉണ്ട്, ലാംഗ്വേജ് ഇല്ല. അപ്പൊ ഇത് തോട്ട്ലെസ് സ്പീച്ച്, ഇത് ലാംഗ്വേജ് എന്താണ്? ഇത് സ്പീച്ച്ലെസ് തോട്ട്. ഇത് സ്പീച്ച്ലെസ് തോട്ട്, ഇത് തോട്ട്ലെസ് സ്പീച്ച്. ഈ ഏരിയ മനസ്സിലായില്ലേ? അപ്പൊ ഭാഷാരഹിത ചിന്ത, ചിന്താരഹിത ഭാഷ എന്നത് ആരുടെ ആശയമാണ് എന്ന് ചോദിച്ചാൽ വൈഗോട്സ്കി. ഞാൻ അതിന് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിൽ ഒരു 2 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ഉണ്ടാവും. ആ കുട്ടി ഒരു പക്ഷേ വെറുതെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും, ഒന്നും പറയുന്നുണ്ടാവില്ല, പക്ഷെ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ ചിന്തയുണ്ട്, ഭാഷയില്ല.
അതേ കുട്ടി മറ്റൊരു സന്ദർഭത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടാവും, പക്ഷെ ഒന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പൊ അവിടെ എന്താണുള്ളത്? ചിന്താരഹിത ഭാഷ. അപ്പൊ ഭാഷാരഹിതയും ചിന്താരഹിത ഭാഷയും കുട്ടികളിൽ കാണപ്പെടുന്നത് ഏത് സമയത്തിന് മുമ്പാണ്? 2 വയസ്സിന് മുമ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. പക്ഷെ നമുക്ക് സമയമില്ല. സാമൂഹ്യ സൃഷ്ടി ദർശനത്തിന്റെ വക്താവ്, അതായത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ വക്താവ് വൈഗോട്സ്കി. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആണെങ്കിൽ നമുക്കറിയാം പിയാഷെ, ബ്രൂണർ തുടങ്ങിയവരാണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ വക്താക്കൾ. വൈഗോട്സ്കി ആവട്ടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. രണ്ടുപേരും ജ്ഞാന നിർമ്മിതിക്ക് തന്നെയാണ് ഊന്നൽ നൽകുന്നത്. പക്ഷേ പിയാഷെയും ബ്രൂണറും പോലുള്ള വൈജ്ഞാനിക സൃഷ്ടി ദർശനത്തിന്റെ വക്താക്കൾ ജ്ഞാന നിർമ്മാണത്തിന് ഭൗതിക തലത്തിലുള്ള ഒരു പിൻബലമാണ് നൽകുന്നത്. എന്നാൽ വൈഗോട്സ്കി ആവട്ടെ ജ്ഞാന നിർമ്മാണത്തിന് സമൂഹവും സാംസ്കാരികവുമായ ഒരു പിന്തുണയാണ് നൽകുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ആളാണ്, ഭാഷാ ചിന്തകനാണ് നമ്മുടെ ലീവ് വൈഗോട്സ്കി. അപ്പൊ വൈഗോട്സ്കി എപ്പോഴും സാമൂഹ്യവും സാംസ്കാരികവുമായ ഇടപെടലുകളിൽ കൂടിയും വിനിമയത്തിൽ കൂടിയും ട്രാൻസാക്ഷനിൽ കൂടിയുമാണ് കുട്ടി അറിവ് നിർമ്മിക്കുന്നത് എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അതാണ് വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ബേസിസ്. സോ സാമൂഹ്യ സൃഷ്ടി ദർശനത്തിന്റെ വക്താവായിട്ട് അറിയപ്പെടുന്നത് ലീവ് വൈഗോട്സ്കി. അടുത്തത് പ്രോജക്റ്റ് രീതി മുന്നോട്ട് വെച്ചത്. പല ആൾക്കാരും തെറ്റിച്ചുത്തരം എഴുതാറുണ്ട് ജോൺ ഡ്യൂയി എന്ന്. മാത്രമല്ല ഞാൻ പല പുസ്തകത്തിലും ഈ തെറ്റുത്തരം കണ്ടിട്ടുമുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ മറക്കുക. ജോൺ ഡ്യൂയി അല്ല പ്രോജക്റ്റ് രീതിയുടെ വക്താവ്. പ്രോജക്റ്റ് രീതി മുന്നോട്ട് വെച്ചത് കിൽപാട്രിക് ആണ്. പക്ഷേ ജോൺ ഡ്യൂയിക്ക് ഇവിടെ വളരെയധികം സ്ഥാനമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ജോൺ ഡ്യൂയി നമുക്കറിയാം പ്രാഗ്മാറ്റിസത്തിന്റെ വക്താവാണ്. പ്രാഗ്മാറ്റിസം എന്ന് വെച്ചാൽ പ്രായോഗികവാദം. ജീവിച്ചു പഠിക്കുക, പ്രവർത്തിച്ചു പഠിക്കുക, ഓക്കെ, അനുഭവങ്ങളിൽ കൂടി പഠിക്കുക എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പിന്നീട് പറയുന്നത് ജീവിച്ചു പഠിക്കുക എന്ന് വെച്ചാൽ ജീവിതം തന്നെയാണ് വിദ്യാഭ്യാസം എന്നൊക്കെയാണ് ആര് മുന്നോട്ട് വെച്ച ദർശനം? പ്രാഗ്മാറ്റിസ്റ്റായ ജോൺ ഡ്യൂയി മുന്നോട്ട് വെച്ച ദർശനം. അപ്പോ ജോൺ ഡ്യൂയിയുടെ പ്രവർത്തിച്ചു പഠിക്കുക എന്ന ആശയത്തെ മുൻനിർത്തിയാണ് കിൽപാട്രിക് പ്രോജക്റ്റ് രീതി മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പോ സ്വാഭാവിക രീതിയിൽ തയ്യാറാക്കപ്പെടുന്ന ഒരു സ്വാഭാവിക ഉൽപ്പന്നം എന്ന രീതിയാണ്, എന്ന രൂപത്തിലാണ് സ്റ്റീവൻസൺ പോലുള്ള ആൾക്കാരുകൾ പ്രോജക്റ്റ് രീതിയെ വിശേഷിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രോജക്റ്റ് രീതി എന്ന ആശയം ഏതിൽ നിന്നാണ് ഉടലെടുത്തത്? ജോൺ ഡ്യൂയുടെ ദർശനമായ പ്രാഗ്മാറ്റിസത്തിൽ നിന്നാണ് ഉടലെടുത്തത്, അഥവാ പ്രായോഗികവാദത്തിൽ നിന്നാണ് ഉടലെടുത്തത്. പക്ഷേ ആ രീതി വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വെച്ചത് കിൽപാട്രിക് ആണ്. ഓക്കെ, നെക്സ്റ്റ്. പ്രവർത്തിച്ചു പഠിക്കുക എന്നത് ആരുടെ ആശയമാണ്? ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ. ജോൺ ഡ്യൂയി ആണ് പ്രവർത്തിച്ചു പഠിക്കുക എന്ന ആശയത്തിന്റെ വക്താവ്. അടുത്തത് ഹൗ വി തിങ്ക് എന്നുള്ളത് ആരുടെ രചനയാണ്? ഹൗ വി തിങ്ക് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ജോൺ ഡ്യൂയിയുടെ പുസ്തകമാണ് ഹൗ വി തിങ്ക്. അദ്ദേഹം അതിൽ കൂടി പറയുന്നത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മുടെ തുടർന്നുള്ള ദർശനത്തെ സഹായിക്കുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഹൗ വി തിങ്ക് എന്ന പ്രസിദ്ധമായ പുസ്തകത്തിൽ. അതിലാണ് അദ്ദേഹം പ്രോജക്റ്റ് രീതിയെക്കുറിച്ചും പ്രായോഗികവാദത്തെക്കുറിച്ചും പ്രാഗ്മാറ്റിസത്തെക്കുറിച്ചും കൂടുതലായിട്ട് പറഞ്ഞത്. അടുത്തത്, ഓക്കെ, പ്രാഗ്മാറ്റിസം എന്ന ദർശന ശാഖയുടെ വക്താവ്. ഈ പ്രാഗ്മാറ്റിസം എന്ന് വെച്ചാൽ ഒരു എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യം മാത്രമല്ല, അതൊരു ഫിലോസഫിക്കൽ അപ്രോച്ചാണ്. അതായത് ജോൺ ഡ്യൂയി എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എസ്തെറ്റിക്സ്, പൊളിറ്റിക്സ്, സൗന്ദര്യശാസ്ത്രം, ഭാഷാശാസ്ത്രം, അങ്ങനെയുള്ള പല മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു ഡൈവർജന്റ് തിങ്കറാണ് ആര്? ജോൺ ഡ്യൂയി.
അടുത്തത്, വിദ്യാഭ്യാസം ജീവിതം തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ഡ്യൂയി. ഭാഷാ വികസനത്തിന്റെ ശരിയായ ക്രമം, ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരമാണ്. നമുക്കറിയാം, ശ്രവണം, ഭാഷണം, വായന, ലേഖനം. പക്ഷേ പല ആധുനിക ചിന്തകരും, അതായത് നമ്മുടെ ചോംസ്കിയെ പോലുള്ള ചിന്തകരൊക്കെ ഈ ക്രമം ഒരു ശരിയായ ക്രമമാണ് എന്ന് അവകാശപ്പെടുന്നില്ല. കാരണം ഈ കുട്ടി മുഴുവനും ശ്രവിച്ചതിന് ശേഷം മാത്രമല്ല ഭാഷണം നടത്താൻ വേണ്ടി പോകുന്നത്. ഭാഷണം മുഴുവനും കഴിഞ്ഞതിന് ശേഷമല്ല വായനക്ക് പോകുന്നത്. വായന പൂർത്തിയാക്കിയതിന് ശേഷമല്ല ലേഖനത്തിന് പോകുന്നത്. സോ ചോംസ്കി പറയുന്നത് ശ്രവണവും ഭാഷണവും വായനവും ലേഖനവും എല്ലാം ഇടകലർന്നു വരുന്ന ഒരു ഓർഗാനിക് ആയിട്ടുള്ള പ്രവൃത്തിയാണ് ഭാഷാർജനം അല്ലെങ്കിൽ ഭാഷാ പഠനം. നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസ രീതിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അതിനെ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് എന്നിങ്ങനെയുള്ള 4 സ്കില്ലുകളായിട്ട് വിഭജിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭാഷ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണ്. അതിനെ ശ്രവണം കഴിഞ്ഞതിന് ശേഷമാണ് ഭാഷണം, ഭാഷണം പൂർത്തിയായതിനു ശേഷമാണ് വായന എന്നുള്ള രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ശ്രവണം, ഭാഷണം, വായന, ലേഖനം എന്നിവയാണ് ശരിയായ ക്രമം എന്ന് പറയാം. അടുത്തത്, ഭാഷാർജന സംവിധാനം അഥവാ LAD, അതായത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആരുടെ ആശയമാണ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നുള്ളത് നോം ചോംസ്കിയിലെ ഒരാശയമാണ്. നോം ചോംസ്കി ആധുനിക പാണിനി എന്നറിയപ്പെടുന്ന ആളാണ്. ഇന്ന് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അമേരിക്കയിൽ 102 വയസ്സായി. ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള വിപ്ലവകാരിയായ ഒരു ഭാഷാ ചിന്തകനാണ് നോം ചോംസ്കി. ആധുനിക പാണിനി എന്നറിയപ്പെടുന്ന ആളാണ്. നമ്മളിപ്പോ കേരള പാണിനി AR രാജരാജവർമ്മ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആധുനിക പാണിനി എന്നറിയപ്പെടുന്ന ആളാണ് ആര്? നമ്മുടെ നോം ചോംസ്കി. ചോംസ്കി പറയുന്നത് ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത് മസ്തിഷ്കത്തിൽ ഭാഷ ആർജിക്കാനുള്ള, ഇത് ശ്രദ്ധിക്കുക, ഈ വാക്ക് ശ്രദ്ധിക്കുക, ലാംഗ്വേജ് അക്വയർ ചെയ്യാനുള്ള, അല്ലാതെ ഭാഷ പഠിക്കുവാനുള്ളതല്ല. So every child is born in this world with an innate capacity to acquire knowledge, acquire language. ഈ ഒരു സംവിധാനത്തോടു കൂടിയാണ് ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത്. തലച്ചോറിൽ പക്ഷെ അത് എവിടെയാണ് എന്ന് നമുക്ക് തൊട്ടറിയിക്കാനൊന്നും പറ്റില്ല. മനസ്സിലായില്ലേ? നമുക്കറിയാം, നമ്മുടെ ബ്രെയിനിന് പല ഭാഗങ്ങളുണ്ട്. സെറിബ്രം ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, ഇതൊക്കെയുണ്ട്. സെറിബ്രമാണ് വലിയ ഭാഗം. സെറിബ്രത്തിന് പല ഭാഗങ്ങളുണ്ട്. ഫ്രോണ്ടൽ ലോബ് ഉണ്ട്, അതേപോലെ ഓക്സിപിറ്റൽ ലോബ് ഉണ്ട്, പെരീഷ്യൽ ലോബ് ഉണ്ട്, ടെമ്പോറൽ ലോബ് ഉണ്ട്. ഇതൊക്കെ പറയുന്നത് പോലെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കൺസിഡറേഷൻ മാത്രമാണ്. സോ വാട്ട് ചോംസ്കി സേസ് that every child is born in this world with an innate capacity to acquire knowledge, and this capacity is being used by the learner unknowingly. Unknowingly എന്ന് വെച്ചാല് അറിയാതെ തന്നെയാണ് കുട്ടി ഭാഷ ആർജിച്ച് വരുന്നത്. അല്ലാതെ ഭാഷ പഠിക്കുക എന്നുള്ളത് ഒരു കോൺഷ്യസ് പ്രോഡക്റ്റ് ആണ്. ഭാഷ ആർജിക്കുക എന്നുള്ളത് ഒരു അൺകോൺഷ്യസ് പ്രോസസ്സാണ്. സോ നിങ്ങൾക്ക് ബോധനശാസ്ത്രത്തില് ഭാഷാർജനവും ഭാഷാ പഠനവും ഉണ്ട്. ഭാഷാ പഠനവും ഭാഷാർജനവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഭാഷാ പഠനം കോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്നതാണ്. അധ്യാപകൻ ഇവിടെ ഉണ്ട്, കുട്ടി അവിടെ പഠിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ദാറ്റ്സ് എ കോൺഷ്യസ് പ്രോസസ്. വേറെ ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് പ്രോസസ്സാണ്. വെൻ യു ഗോ ടു ദ മാർക്കറ്റ്, വെൻ യു ഗോ ടു ദ സിനിമ തിയേറ്റർ, wherever you go, you will be exposed to certain language exposition എന്നാണ് ആര് പറയുന്നത്? ചോംസ്കി പറയുന്നത്. സോ ഇഫ് യു ആർ ലിവിങ് ഇൻ എ ഇൻപുട്ട് റിച്ച് ലാംഗ്വേജ് എൻവയോൺമെന്റ്, അപ്പോ നമ്മൾ കേരളത്തിൽ മലയാളം സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് വേറെ ഭാഷ പഠിക്കാനുള്ള
കഴിവില്ലാത്തതുകൊണ്ടല്ല, ആർജിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടല്ല. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് മലയാളം ഇൻപുട്ട് റിച്ചായ ഒരു ഭാഷാ സാഹചര്യത്തിലായതുകൊണ്ടാണ്. അതിന് ചോംസ്കി എന്ന് പറഞ്ഞ പേര് ഇൻപുട്ട് റിച്ച് ലാംഗ്വേജ് എൻവയോൺമെന്റ് എന്നാണ്. ദെൻ ഇഫ് യു ഗോ ടു ലണ്ടൻ, ലണ്ടനിൽ ഇംഗ്ലീഷ് ഇൻപുട്ട് റിച്ച് ലാംഗ്വേജ് എൻവയോൺമെന്റ് ഉള്ളത്. അപ്പോ ഒരു കുട്ടി അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും കുട്ടി ഇംഗ്ലീഷ് ആർജിക്കും. കാരണം ഏത് ഭാഷ ആർജിക്കാനുമുള്ള കഴിവോടുകൂടിയാണ് മസ്തിഷ്കത്തിൽ ഈ ഒരു ഭാഷാർജന സംവിധാനത്തോടു കൂടിയാണ് കുട്ടി പിറന്നു വീഴുന്നത്. ഇതാണ് ആര് പറയുന്നത്? നോം ചോംസ്കി പറയുന്നത്. അടുത്തത് LAD പിന്നീട് അറിയപ്പെട്ടത് ഏത് പേരിലാണ്? അതായത് ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നുള്ളത് കുറെ കഴിഞ്ഞ് അറിയപ്പെട്ടത് മറ്റൊരു പേരിലാണ്. അതായത് യൂണിവേഴ്സൽ ഗ്രാമർ, അതായത് സർവഭാഷാ വ്യാകരണം. അദ്ദേഹം പറയുന്നു, കുട്ടി എല്ലാ ഭാഷയും ആർജിക്കാനുള്ള ഏതൊരു ഭാഷയും, അതായത് ഏത് ഇൻപുട്ട് റിച്ച് ലാംഗ്വേജ് എൻവയോൺമെന്റിലാണോ കുട്ടി ഉള്ളത്, ആ ഭാഷ ആർജിക്കാനുള്ള കഴിവ് കുട്ടിക്കുണ്ട്. ഇവിടെ കുട്ടിക്ക് മലയാളമാണ്, അതുകൊണ്ട് മലയാളം ആർജിക്കുന്നു. നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയാൽ, ഫ്രഞ്ച് പോയാൽ, ഫ്രാൻസ് പോയാൽ ഫ്രഞ്ച് ഇൻപുട്ട് റിച്ച് ലാംഗ്വേജ് എൻവയോൺമെന്റ് ആണ്. സോ കുട്ടി ഫ്രഞ്ച് പഠിക്കുന്നു. ഇതെന്തുകൊണ്ട് കുട്ടിക്ക് സാധ്യമാകുന്നു? ഏത് ഭാഷയും ആർജിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ പിന്നെ വേറൊരു കഴിവും കൂടിയുണ്ട് ഭാഷയ്ക്ക് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് എല്ലാ ഭാഷയും കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നത് എല്ലാ ഭാഷക്കും, സർവഭാഷക്കും ഒരു സാർവലൗകിക വ്യാകരണം ഉള്ളത് കൊണ്ടാണ്. ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു വ്യാകരണം ഉള്ളത് കൊണ്ടാണ്. പ്രത്യക്ഷത്തിൽ ഓരോ ഭാഷയുടെയും വ്യാകരണത്തിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് എന്ത് തോന്നാം? വ്യത്യാസം തോന്നാം. ഉദാഹരണത്തിന് നമ്മൾ പറയും രാമൻ രാവണനെ കൊന്നു, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ആണ്. അപ്പൊ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ വ്യാകരണ ഘടനയിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ബട്ട് ചോംസ്കി എന്താ പറയുന്നത്? അങ്ങനെയല്ല. ആ വ്യത്യാസം പുറമേക്കുള്ളത് മാത്രമാണ്. മറിച്ച് ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ ഭാഷക്കും ഒരേ വ്യാകരണ ഘടനയാണ് ഉള്ളത്. അതായത് ആദ്യകാലത്ത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നുള്ളത് പിന്നീട് ഏത് പേരിൽ കൂടിയാണ് അറിയപ്പെട്ടത്? യൂണിവേഴ്സൽ ഗ്രാമർ. ഞാൻ സ്പീഡ് പോവാണ്. രചനാന്തരണ പ്രജനന വ്യാകരണം, അതായത് ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമർ, ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമർ, അതുപോലെ സിൻടാക്റ്റിക് സ്ട്രക്ചർ, സിൻടാക്റ്റിക് സ്ട്രക്ചർ എന്നിവ ആരുടെ രചനകളാണ്? നോം ചോംസ്കി. ഉത്തരം ഓക്കെ. ഈ സിൻടാക്റ്റിക് സ്ട്രക്ചർ എന്ന ഗ്രന്ഥത്തിലാണ് ചോംസ്കിക്ക് ഡോക്ടറേറ്റ് ബിരുദമൊക്കെ കിട്ടിയത്. രചനാന്തരണ പ്രജനന വ്യാകരണം, ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമർ, ഇതിൽ അദ്ദേഹം പറയുന്നു ഓരോ ശിശുവിന്റെയും അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെയും മനസ്സിൽ അനുനിമിഷം ഭാഷയുടെ പ്രജനന പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രജനന പ്രക്രിയ എന്ന് വെച്ചാൽ ഭാഷയുടെ ഒരു തെറ്റ് പെരുകൽ നമ്മുടെ മസ്തിഷ്കത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആര് പറയുന്നത്? ചോംസ്കി പറയുന്നത് രചനാന്തരണ പ്രജനന വ്യാകരണം. അപ്പൊ ഓരോ ആളുടെ മനസ്സിലും ഭാഷയുടെ പെറ്റുപെരുകൽ, ഭാഷാ ഘടനയുടെ പെറ്റുപെരുകൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനറേറ്റീവ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭാഷയുടെ ക്ഷമത ആർജിക്കാനുള്ള കഴിവ് കുട്ടികളിൽ വളർന്നു വരുന്നത് എന്ന് വരുന്നു. 7 വയസ്സോടുകൂടി കുട്ടി ഭാഷയിൽ ഒരു അഡൾട്ടായിട്ട് മാറുന്നു. ഭാഷ ഉപയോഗിക്കാനുള്ള എല്ലാ കഴിവും കുട്ടിക്ക് വരുന്നു. പിന്നീട് 7 വയസ്സ് മുതൽ സംഭവിക്കുന്നത് മുഴുവനും വൊക്കാബുലറി എൻറിച്ച്മെന്റ് മാത്രമാണ് എന്നാണ് ആര് പറയുന്നത്? ചോംസ്കി പറയുന്നത്. അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ 7 വയസ്സായതോടുകൂടി ഭാഷയിൽ പ്രവീണരായി, ലാംഗ്വേജ് പ്രൊഫിഷ്യന്റ് ആയി. ബട്ട് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർവേർഡ്സ് പിന്നെ എന്റെയും നിങ്ങളുടെയും മസ്തിഷ്കത്തിലേക്ക് കൂടുതൽ ഭാഷാ പദങ്ങൾ വന്നു ചേരുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് 7 വയസ്സിന് ശേഷം സംഭവിക്കുന്നത് വൊക്കാബുലറി എൻറിച്ച്മെന്റ്
മാത്രമാണ്. ഓക്കെ, അടുത്തത് ചോംസ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടികൾ ഭാഷ ആർജിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഭാഷ ആർജിക്കുന്നത് അബോധ തലത്തിലാണ്, അൺകോൺഷ്യസ് ആയിട്ടാണ്. പക്ഷെ ഭാഷ പഠിക്കുന്നത് കോൺഷ്യസ് ആയിട്ടാണ്, അല്ലെ? ഇപ്പൊ കുട്ടികൾ ഏത് ഇൻപുട്ട് റിച്ച് എൻവയോൺമെന്റിലാണോ ഉള്ളത് ആ പദങ്ങൾ കുട്ടികൾ വേഗം പഠിക്കും. ചിലപ്പോൾ നിങ്ങളൊക്കെ പറയില്ല, കുട്ടികൾ ഏതെങ്കിലും ഒരു മോശം വാക്ക് ഉപയോഗിച്ചാൽ നമ്മൾ കുട്ടിയോട് പറയും, നീ എവിടുന്ന് ഇങ്ങനെയുള്ള വാക്കൊക്കെ പഠിച്ചത്? അതായത് അവൻ അത്തരം വാക്ക് ഉപയോഗിക്കുന്ന കൂടുതൽ ഇൻപുട്ട് റിച്ച് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുമായിട്ടാണ് അവൻ ഇടപഴകുന്നത്. അതുകൊണ്ട് അവൻ അത്തരം പദങ്ങൾ ആർജിക്കുന്നു. നല്ല സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നല്ല പദങ്ങൾ ആർജിക്കുന്നു. മോശം പദങ്ങൾ ഉപയോഗിക്കുന്ന എൻവയോൺമെന്റിലാണെങ്കിൽ മോശം പദങ്ങൾ അറിയാതെ നമ്മൾ അക്വയർ ചെയ്യപ്പെടുന്നു. അപ്പോ ഭാഷ ആർജിക്കുന്നത് അബോധമായ തലത്തിലാണ്. ഓക്കെ, ശരി. അടുത്തത് സമഗ്ര ഭാഷാ ദർശനത്തിലെ ഘടകങ്ങൾ ഏതൊക്കെ? ഈ സമഗ്ര ഭാഷാ ദർശനം വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ഹോൾ ലാംഗ്വേജ് ഫിലോസഫി, ഹോൾ ലാംഗ്വേജ് ഫിലോസഫി, സമഗ്ര ഭാഷാ ദർശനം. ഇന്ന് നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ കണ്ടുവരുന്നത് സമഗ്ര ഭാഷാ സമീപനമാണ്. ഈ സമഗ്ര ഭാഷാ സമീപനം എന്നുള്ളത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ അപ്രോച്ചാണ്. അതിൽ കൂടി നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത്? ചോംസ്കിയുടെ സർവഭാഷാ വ്യാകരണം, അഥവാ ചോംസ്കി ആദ്യം പറഞ്ഞ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ വൈഗോട്സ്കി മുന്നോട്ട് വെച്ച സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അതിലത്തെ പ്രധാന ആശയങ്ങൾ. പിന്നെ ഗസ്റ്റാൾട്ട് വാദം മുന്നോട്ട് വെച്ച സമഗ്രതാ ദർശനം, അതാണ് ഭാഷാ സമഗ്രതാ ദർശനം അഥവാ സമഗ്ര ഭാഷാ ദർശനം. സോ ദ ഹോൾ ലാംഗ്വേജ് അപ്രോച്ച് or whole language philosophy is consistent of the main features of universal grammar and social constructivism and Gestalt philosophy. ഇത് മറന്നു പോകരുത്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ എല്ലാവിധ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, സർവഭാഷാ വ്യാകരണത്തിന്റെയും സാമൂഹ്യ സൃഷ്ടി ദർശനത്തിന്റെയും ഗസ്റ്റാൾട്ട് വാദത്തിലെയും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സമഗ്ര ഭാഷാ സമീപനം എന്ന ഒരു സമീപനം നമ്മൾ സ്വീകരിച്ചത്. അതാണ് ഇന്ന് നാം കേരളത്തിലെ ക്ലാസ് മുറികളിൽ പ്രാവർത്തികമാക്കുന്നത്. അല്ലാതെ ഭാഷയെ സ്വനം, സ്വനിമം, രൂപിമം, പിന്നെ വാചകം, പിന്നെ ഖണ്ഡിക, കോൺടെസ്റ്റ്, ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ഭാഷയെ മുറിച്ചിട്ടല്ല നമ്മൾ പഠിക്കുന്നത്. ഭാഷയെ നമ്മളൊരു സമഗ്ര വസ്തുവായിട്ട് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ചോംസ്കി പറഞ്ഞതുപോലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണ്. ഇറ്റ് കനോട്ട് ബി സ്റ്റഡീഡ് ബൈ ഡിവൈഡിങ് ഇൻ ടു പാർട്സ് ആസ് പുട്ട് ഫോർവേഡ് ബൈ സ്ട്രക്ചറലിസ്റ്റ്. അതായത് ഭാഷയിലും ഒരു സ്ട്രക്ചറലിസ്റ്റ് സമീപനമുണ്ട്. പ്രത്യേകിച്ചും ലിയോണാർഡ് ബ്ലൂംഫീൽഡ് ഒക്കെ മുന്നോട്ട് വെച്ച, അപ്പൊ ബ്ലൂംഫീൽഡ് മുന്നോട്ട് വെച്ച ഘടനാവാദ സിദ്ധാന്തത്തെ എതിർക്കുകയാണ് നമ്മുടെ ചോംസ്കി ചെയ്യുന്നത്. ചോംസ്കി പറയുന്നത് എന്ത്? പണ്ട് നമ്മള് സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, ഘടനാവാദം, മനുഷ്യ മനസ്സിനെ കഷ്ണ കഷ്ണമായിട്ട് വേർതിരിച്ച് പഠിക്കാം. അതേപോലെ ലാംഗ്വേജിലും ഒരു ഘടനാവാദമുണ്ട് ബ്ലൂംഫീൽഡ് മുന്നോട്ട് വെച്ചത്. ബ്ലൂംഫീൽഡ് പറയുന്നു ഭാഷയെ സ്വനം, സ്വനിമം, രൂപിമം, അതേപോലെ മോർഫോളജി, സിൻടാക്സ് എന്നിവയെ പോലെ വേർതിരിച്ച് കഷ്ണം കഷ്ണങ്ങളാക്കി പഠിക്കാം. ബട്ട് ചോംസ്കി സേസ് ദാറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം ഭാഷ ഒരു സമഗ്രമായ ജൈവിക ഉൽപ്പന്നമാണ്. അടുത്ത ചോദ്യം, കുട്ടിക്ക് ചില പദങ്ങൾ വ്യക്തമായി ഉച്ചരിക്കാൻ പ്രയാസം തോന്നുന്നു, ഇതറിയപ്പെടുന്നത് കൊഞ്ഞ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഇത്തരം സിമ്പിൾ ചോദ്യങ്ങളും ചോദിച്ച് കാണുന്നുണ്ട്. പദങ്ങൾ വ്യക്തമായി ഉച്ചരിക്കാൻ ഉള്ള കഴിവില്ലായ്മയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊഞ്ഞ. കൊഞ്ഞ. ചിലപ്പോൾ കുട്ടിക്ക് നമ്മൾ കുട്ടികളുടെ ഭാഷയിൽ നമ്മൾ കാര്യങ്ങൾ പറയും. ഈ കുട്ടി എന്തും പറയും, അയ്യോ മോനുണ്ടോ നോയിക്കുമ്പോ എന്താ സംഭവിക്കുക? ഈ മാതാപിതാക്കളും അധ്യാപകരും മറ്റുള്ളവരുമാണ് കുട്ടിക്ക് പല പദങ്ങളും ശരിയാവണ്ണം ഉച്ചരിക്കാൻ സഹായിക്കാതെ അവർക്കൊരു തടസ്സമായി മാറുന്നത്. മനസ്സിലായില്ലേ? കൊഞ്ഞ. അപ്പോ പദങ്ങൾ വ്യക്തമായി ഉച്ചരിക്കാൻ
പ്രയാസം തോന്നുന്നതിനെയാണ് നമ്മൾ കൊഞ്ഞ അഥവാ ലിസ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ശ്രവണം, വായന എന്നിവ ഏത് തരം കഴിവാണ്, ഏത് തരം സ്കില്ലാണ്? നമ്മൾ നേരത്തെ കണ്ടു LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഇതില് ശ്രവണം, ലിസണിങ്, വായന, റീഡിങ്, ഇത് ഏത് തരത്തിലുള്ള കഴിവാണ് മനുഷ്യന്റെ? അതിന് പറയുന്നു റിസപ്റ്റീവ് സ്കിൽ. അതായത് ഈ ശ്രവിക്കുമ്പോഴും റീഡ് ചെയ്യുമ്പോഴും നമ്മൾ എന്തോ കാര്യം ഉള്ളിലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. വി ആർ റിസീവിങ് സംതിങ്. അതായത് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു. സോ ഇവൻച്വലി നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾക്ക് എന്തോ കിട്ടുന്നുണ്ട്. യു ആർ റിസീവിങ് സംതിങ് ഫ്രം മീ. അതേപോലെ യു ആർ റീഡിങ് എ ബുക്ക്, ദാറ്റ് മീൻസ് യു ആർ ഗെറ്റിംഗ് സംതിങ്, യു ആർ റിസീവിങ് സംതിങ്. അതുകൊണ്ട് ലിസണിങ്ങിനെയും റീഡിങ്ങിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു? റിസപ്റ്റീവ് സ്കിൽ എന്ന് വിളിക്കുന്നു. ഇത് മനസ്സിലാക്കി തരാൻ ഒരു കാര്യം കൂടെ പറയണം. അടുത്ത കാര്യം, ഈ LSRWയില് ഭാഷണം, ലേഖനം നോക്കും. അതായത് ഭാഷണം, ലേഖനം, സ്പീച്ച്, അതുപോലെ റൈറ്റിംഗ്. അതായത് നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങൾ എഴുതുമ്പോഴും നിങ്ങൾ എന്തോ കാര്യം ഉൾക്കൊള്ളുകയല്ല ചെയ്യുന്നത്, എന്തോ കാര്യം ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോ സംസാരിക്കുന്നുണ്ട്, അതായത് ഐ എം പ്രൊഡ്യൂസിങ് സംതിങ്. ആൻഡ് ഞാൻ എഴുതുകയാണ് ചെയ്യുന്നെങ്കിലോ ഐ എം പ്രൊഡ്യൂസിങ് സംതിങ്. സോ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഇസ് കോൾഡ് പ്രൊഡക്റ്റീവ് സ്കിൽ. പ്രൊഡക്റ്റീവ് സ്കിൽ. അപ്പോ ഭാഷയിൽ രണ്ട് തരം സ്കില്ലുകളുണ്ട്. ഒന്ന് റിസപ്റ്റീവ് സ്കില്ല്, മറ്റൊന്ന് പ്രൊഡക്റ്റീവ് സ്കില്ല്. ഏതാണ് റിസപ്റ്റീവ് സ്കില്ല്? അതായത് ലിസണിങ്ങും റൈറ്റിങ്ങും, ശ്രവണവും പിന്നെ ലേഖനവും. എന്താണ്? ശ്രവണവും വായനയും ചെയ്യുമ്പോൾ നമ്മൾ എന്തോ കാര്യം ഉൾക്കൊള്ളുന്നു, അതായത് റിസീവ് ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ റിസപ്റ്റീവ് സ്കിൽ എന്ന് പറയുന്നു. ഒപ്പം സ്പീക്ക് ചെയ്യുമ്പോഴും റൈറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആർക്കോ വേണ്ടി എന്തോ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിനെ പ്രൊഡക്റ്റീവ് സ്കിൽ എന്നും പറയുന്നു. സോ ദർ ആർ ടു കൈൻഡ്സ് ഓഫ് സ്കിൽ, ദാറ്റ് ഈസ് കോൾഡ് പ്രൊഡക്റ്റീവ് സ്കിൽ ആൻഡ് റിസപ്റ്റീവ് സ്കിൽ. ഇനി നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ച ചോദ്യമാണ്, ഒരാൾ ഭാഷ കോംപ്രിഹെൻഡ് ചെയ്യുന്നത്, ഓക്കെ, തലച്ചോറിന്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ വെച്ചാണ് ഭാഷയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ബ്രോക്കാസ് ഏരിയ, മറ്റൊന്ന് വെർണിക്സ് ഏരിയ. ശ്രദ്ധിക്കുക, ഇത് കുറച്ചും കൂടെ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. സോ ഭാഷ എന്ന് പറയുന്ന ഭാഗം കൈകാര്യം ചെയ്യുന്നത് തലച്ചോറിന്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണ്. ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ രണ്ട് ഏരിയ ഉണ്ട്. ഒന്ന് ബ്രോക്കാസ് ഏരിയ, മറ്റൊന്ന് വെർണിക്സ് ഏരിയ. ഇത് പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചതാണ്. ഈ ബ്രോക്കാസ് ഏരിയയിൽ കൂടിയാണ് നമ്മൾ സ്പീച്ച് ചെയ്യുന്നതും, അതായത് സ്പീച്ച് ആൻഡ് ആർട്ടിക്കുലേഷൻ ഓഫ് ലാംഗ്വേജ്. ശ്രദ്ധിക്കുക, സ്പീച്ച് ആൻഡ് ആർട്ടിക്കുലേഷൻ ഓഫ് ലാംഗ്വേജ് ഈസ് ബൈ ബ്രോക്കാസ് ഏരിയ. പക്ഷേ കോംപ്രിഹെൻഷൻ നടക്കുന്നത്, ഭാഷയിൽ കൂടിയുള്ള ആശയഗ്രഹണം നടക്കുന്നത് വെർണിക്സ് ഏരിയയിൽ കൂടിയാണ്. അതായത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഗ്രഹിക്കുന്നു ഭാഷയിൽ കൂടി എന്നത് നിങ്ങളുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിന്റെ വെർണിക്സ് ഏരിയയിൽ കൂടിയാണ്. സോ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ഈസ് ത്രൂ വെർണിക്സ് ഏരിയ, whereas ലാംഗ്വേജ് പ്രൊഡക്ഷൻ ഈസ് ത്രൂ ബ്രോക്കാസ് ഏരിയ. ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് ഭാഷണം, ലേഖനം എന്നിവ ഏത് തരം കഴിവാണ്? അതാണ് ഞാൻ പറഞ്ഞത്, പ്രൊഡക്റ്റീവ് സ്കിൽ. കണ്ടീഷൻസ് ഓഫ് ലേണിംഗ്. നമ്മൾ വിഷയം മാറി.
കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് ആരുടെ രചനയാണ്? റോബർട്ട് ഗാഗ്നെ. ഓക്കെ, പല ആൾക്കാരും പല പുസ്തകത്തിലും കണ്ടുവരുന്നത് റോബർട്ട് ഗാഗ്നെ മനഃശാസ്ത്രജ്ഞനാണ് എന്നൊക്കെയാണ്. എന്നാൽ ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് പറയട്ടെ, റോബർട്ട് ഗാഗ്നെ ഒരു മനഃശാസ്ത്രജ്ഞനേ അല്ല. നമുക്ക് പറ്റുന്ന ഒരു തകരാറ്, നമ്മൾ ഈ പല പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ സൈക്കോളജി അല്ലേ, അപ്പൊ മനഃശാസ്ത്രജ്ഞൻ എഴുതിക്കോ എന്ന് പറയും. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ലൈക്ക് ദാറ്റ്. അതായത് റോബർട്ട് ഗാഗ്നെ എന്ന് പറയുന്നത് അമേരിക്കൻ എയർഫോഴ്സിലെ ഒരു മുതിർന്ന ട്രെയിനറാണ്, പരിശീലകനാണ്. എന്താണ്, എന്നെ കാണുന്ന നിങ്ങൾ ഈ കേരളത്തിൽ ബാക്കി ആര് തെറ്റിച്ചാലും നിങ്ങൾ തെറ്റിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഗാഗ്നെ അമേരിക്കൻ എയർഫോഴ്സിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, ഒരു പരിശീലകനാണ്. അപ്പോ അമേരിക്കൻ എയർഫോഴ്സിലെ ട്രെയിനീസിനെ പരിശീലിപ്പിക്കാൻ വേണ്ടി രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഗാഗ്നെ വികസിപ്പിച്ചെടുത്ത ഒരു പരിശീലന തന്ത്രമുണ്ട്. ആ തന്ത്രത്തെയാണ് നമ്മൾ ഹെറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഹെറാർക്കി ഓഫ് ലേണിംഗ് അഥവാ പഠന ശ്രേണി എന്ന് പറയുന്നത് ഈ അമേരിക്കൻ എയർഫോഴ്സിലെ പരിശീലകനായ ഗാഗ്നെ വികസിപ്പിച്ചെടുത്ത ഒരു പരിശീലന രീതിയാണ്. ഈ പരിശീലന രീതി അദ്ദേഹം പറഞ്ഞത് തന്റെ കണ്ടീഷൻസ് ഓഫ് ലേണിംഗ്, അതായത് പഠനത്തിന്റെ അവസ്ഥകൾ എന്ന പുസ്തകത്തിലാണ് ഹെറാർക്കി ഓഫ് ലേണിംഗ് അദ്ദേഹം വിവരിച്ചത്. തെറ്റിപ്പോകരുത്, ഹെറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് പഠന ശ്രേണി, 8 തലങ്ങളുള്ള പഠന ശ്രേണിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ആ കാര്യം പറയുന്നത് തന്റെ കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന പുസ്തകത്തിലാണ്. സോ ഹെറാർക്കി ഓഫ് ലേണിംഗ് ഈസ് എ സിസ്റ്റം ഓഫ് ലേണിംഗ് ലാംഗ്വേജ്, നോട്ട് ഓൺലി ലാംഗ്വേജ്, എനിത്തിങ്. പിന്നെ അത് അദ്ദേഹം പറഞ്ഞ് അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന പുസ്തകത്തിലാണ്. എഗെയിൻ ഗാഗ്നെ ഒരു സൈക്കോളജിസ്റ്റ് അല്ല, ഗാഗ്നെ എയർഫോഴ്സിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ്, ട്രെയിനറാണ്. ഇനി പഠന ശ്രേണി രൂപീകരിച്ചതാര്? ഞാൻ പറഞ്ഞു ഹെറാർക്കി ഓഫ് ലേണിംഗ് രൂപീകരിച്ചത് അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്തത് റോബർട്ട് ഗാഗ്നെ. ഇനി ഗാഗ്നയുടെ പഠന ശ്രേണിയിൽ എത്ര തലങ്ങളുണ്ട്? അതായത് ഗാഗ്നയുടെ പഠന ശ്രേണിയിൽ 8 തലങ്ങളുണ്ട്. ഇത് 1, 2, 3, 4, 5, 6, 7, 8. ഏറ്റവും ആദ്യം നടക്കുന്നത് സംജ്ഞാ പഠനം അഥവാ സംജ്ഞാ പഠനം. ഒന്നാമത്തെ ഈ ലെവലിൽ നടക്കുന്നത് സംജ്ഞാ പഠനം അഥവാ സൈൻ ലേണിംഗ്. 8ാമത്തെ സ്റ്റെപ്പ്, ഏറ്റവും ഉയരത്തിലുള്ള ഇവിടെ നടക്കുന്നത് പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പൊ ഗാഗ്നെ പറയുന്നു, ഇവിടെ നോക്കുക, ഗാഗ്നയുടെ പഠന ശ്രേണിയിൽ എത്ര പഠന തലങ്ങളുണ്ട്? 8 തലങ്ങൾ. അതായത് ഈ തലത്തിൽ കൂടി കയറി, ഇതിൽ 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 കൂടി കയറിയിട്ടാണ് ഏറ്റവും ഉയർന്ന പഠന തലത്തിൽ ഒരു പഠിതാവ് എത്തിച്ചേരുന്നത്. ഇതിൽ ഓരോ തലവും പ്രധാനമാണ്. ഒരു തലവും സ്കിപ്പ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതായത് സംജ്ഞാ പഠനം, അതേപോലെ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, ഓക്കെ, പിന്നെ വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, ഓക്കെ, ദെൻ ആഫ്റ്റർവേർഡ്സ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, പിന്നെ ഇവിടെ റൂൾ ലേണിംഗ്, ദെൻ ഇവിടെ കൺസെപ്റ്റ് ലേണിംഗ്. നോക്കൂ, സംജ്ഞാ പഠനം, ചോദക പ്രതികരണ പഠനം, ഇത് സൈൻ ലേണിംഗ്, ഇത് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ഇത് ചെയിൻ ലേണിംഗ്, ശൃംഖലനം, ഇത് വെർബൽ അസോസിയേഷൻ, അതായത് ഭാഷാ സംയോജനം, ഇത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, അതായത് ബഹുമുഖ വിവേചനം, ഇത് കൺസെപ്റ്റ് ലേണിംഗ്, ആശയ പഠനം, ഇത് റൂൾ ലേണിംഗ്, തത്വപഠനം, ഇത് പ്രോബ്ലം സോൾവിങ്. ഇനി ഇതില് ഈ 8 ആദ്യത്തെ 4 ഗാഗ്നെ ലോവർ ഓർഡർ ലേണിംഗ് എന്നും അടുത്ത 4 ഹയർ ഓർഡർ ലേണിംഗ് എന്നും പറയുന്നു. ആദ്യത്തെ 4
എന്ത് താഴ്ന്ന തലത്തിലുള്ള പഠനവും, എന്നാൽ അവസാനത്തെ 4 ഉയർന്ന തലത്തിലുള്ള പഠനവും ആണ്. സംജ്ഞാ പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ലേണിംഗ്. ഇപ്പൊ അമ്മയെ കാണുമ്പോൾ കുട്ടി ചിരിക്കുന്നു, ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു. ഇതാണ് സംജ്ഞാ പഠനം എന്ന് പറയുന്നത്. പിന്നെ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ റെഡ് സിഗ്നൽ കണ്ടാൽ വണ്ടി നിർത്തും, ഗ്രീൻ സിഗ്നൽ കണ്ടാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകും. പിന്നെ ചെയിനിങ്, ശൃംഖലനം. കുട്ടി ഒരക്ഷരം ആദ്യം പഠിക്കുന്നു, മറ്റൊരക്ഷരം രണ്ടാമത് പഠിക്കുന്നു, രണ്ടക്ഷരവും കൂട്ടിച്ചേർത്ത് പഠിക്കുന്നു, എന്നിട്ട് വാക്കുകൾ ഉണ്ടാകുന്നു, പിന്നെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് കുട്ടി ഒരു വരി ഉണ്ടാക്കുന്നു. ശൃംഖലനം നടത്തിയാണ്, ചെയിനിങ് നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ചെയിനിങ് സംഭവിക്കണമെങ്കിൽ കുട്ടിക്ക് സംജ്ഞാ പഠനവും സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്ങും കൂടിയേ തീരൂ. ഒരു ശൃംഖലയിൽ കൂടിയാണ് പഠനം നടക്കുന്നത്. ജസ്റ്റ് ലൈക്ക് നിങ്ങൾ ഒരു ATM മെഷീനിൽ പോയിട്ട്, ATMിനുള്ളിൽ പോയിട്ട് എങ്ങനെയാണോ പണം എടുക്കുന്നത്, അത് കൃത്യമായ ഒരു ശൃംഖലന രീതിയിൽ കൂടിയാണ് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ശൃംഖലനം ചെയ്തിട്ടുണ്ട് അവിടെ മെഷീനിൽ എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് യു ആർ യൂസിങ് ചെയിനിങ് പ്രോസസ്. ദെൻ വെർബൽ അസോസിയേഷൻ, വചന അല്ലെങ്കിൽ ഭാഷാപരമായ സംയോജനം. വാക്കുകളും ഭാഷയും അർത്ഥങ്ങളും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു നല്ല ഭാഷാ പ്രയോഗം നടത്താനുള്ള കുട്ടിയുടെ കഴിവിനെയാണ് ഭാഷാ സംയോജനം അഥവാ വെർബൽ അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത്. ഇത്രയും ലോവർ ഓർഡർ ലേണിംഗ് ആണ്. ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, ദാറ്റ്സ് വൈ ഐ ആം ടേക്കിംഗ് ടൈം. അപ്പോൾ ഇത് ലോവർ ഓർഡർ ലേണിംഗ് ആണ്. പരീക്ഷയ്ക്ക് നിങ്ങളോട് എങ്ങനെയാ ചോദിക്കാറിയോ, ഗാഗ്നയുടെ പഠന ശ്രേണിയിൽ ഉയർന്ന പഠനതലത്തിൽ പെടാത്തതേത്, പെടുന്നതേത്? ഈ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു വരയിട്ടിട്ട് ഇതൊക്കെ ഈ 4 അതായത് സംജ്ഞാ പഠനവും ചോദക പ്രതികരണ പഠനവും ശൃംഖലനവും ഭാഷാ സംയോജനവും താഴ്ന്ന തലത്തിലുള്ള പഠനവും പകരം അതിനുശേഷം മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, ബഹുമുഖ വിവേചനം, തിരിച്ചറിയാനുള്ള കഴിവ്. ഒരു ഭാഷയിലെ പ്രയോഗങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇപ്പോ ഞാൻ നിങ്ങളോട് സോറി എന്ന് പറഞ്ഞാൽ എനിക്കൊരു തെറ്റ് വന്നുപോയി സംസാരിക്കുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സോറി എന്ന് പറയുന്നു, കഴിഞ്ഞു കാര്യം. പക്ഷേ ഇതേ സോറി എന്ന് പറയുന്ന വാക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ നിൽക്കുന്ന രോഗിയുടെ ബന്ധുക്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞാലോ, വാട്ട് ഈസ് ദ മീനിങ്? അത് രോഗി മരിച്ചു എന്നതിന്റെ അർത്ഥം. രണ്ടാളും ഉപയോഗിക്കുന്ന ഒരേ വാക്കാണ്. അപ്പോ കാര്യങ്ങളെ നമുക്ക് ബഹുമുഖമായിട്ട് വിവേചിച്ചറിയാനുള്ള കഴിവ്, ദറ്റ് ഇസ് കോൾഡ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. അത് കഴിഞ്ഞാൽ കൺസെപ്റ്റ് ലേണിംഗ്, ആശയങ്ങളെ മനസ്സിലാക്കലും. അതായത് താരതമ്യം ചെയ്തും വർഗീകരിച്ചും ക്രോഡീകരിച്ചും സാമാന്യവൽക്കരിച്ചും ആശയതലത്തിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവ്, അത് കുറച്ചും കൂടെ ഉയർന്ന കഴിവാണ്. പിന്നെ 2 അതിൽ കൂടുതലോ ആശയങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു തത്വപഠനം, റൂൾ ഉണ്ടാക്കാനുള്ള കഴിവ്, അതാണ് തത്വപഠനം എന്ന് പറയുന്നത്. ഓക്കെ, ശരിയാണ്. ഉദാഹരണത്തിന് ഊട്ടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയരെയാണ്, അവിടെ തണുപ്പ് കൂടുതലാണ്. കൊടൈക്കനാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു, അവിടെ തണുപ്പ് കൂടുതലാണ്. മൂന്നാർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു, അവിടെ തണുപ്പ് കൂടുതലാണ്. ഇങ്ങനെയുള്ള കുറെ ആശയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു റൂളിലേക്ക് പോകാൻ വേണ്ടി പറ്റും, ഒരു തത്വത്തിലേക്ക്. ഉയരം കൂടുന്തോറും തണുപ്പ് കൂടി വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ പിന്നെ അവസാനത്തത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പഠനമാണ് പ്രശ്നപരിഹരണം. പലപ്പോഴും നേരിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഗാഗ്നയുടെ പഠന തലത്തിലെ ഏറ്റവും ഉയർന്ന തലം പ്രശ്നപരിഹരണ തലം. സോ ഗാഗ്നെ പറയുന്നു ഇതിൽ ഒരു സ്റ്റെപ്പ് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന്. ഓക്കെ, സോ കുറെ സമയമായി ഞാൻ ഈ ഒറ്റ കാര്യം പറയുന്നത്. സോ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നൗ കം ടു ദ പോയിന്റ്. ഗാഗ്നെ പഠന ശ്രേണിയെ തരംതിരിച്ചത് എന്താണ്? ഈ എന്തടിസ്ഥാനത്തിലാണ് ഈ 8 ഉണ്ട് എന്ന് ഗാഗ്നെ തരംതിരിച്ചത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കോംപ്ലക്സിറ്റി ഓഫ് ലേണിംഗ്. ഓക്കെ, പഠനത്തിന്റെ സങ്കീർണതയെ അനുസരിച്ചാണ്. അതായത് ഒന്നാമത്തെ തരത്തിലുള്ള സംജ്ഞാ പഠനം സിമ്പിൾ ആണ്, എന്നാൽ 8ാമത്തെ തലത്തിലുള്ള പ്രോബ്ലം സോൾവിങ്
കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഇഫ് യു ഗോ ടു ഈച്ച് സ്റ്റെപ്പ് യു ആർ ഗോയിങ് മോർ കോംപ്ലിക്കേറ്റഡ്. അപ്പോ പഠനത്തിന്റെ സരളമായ ഒരു തലമാണ് ഇത്. ഇവിടുന്ന് അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ സങ്കീർണമാവുന്നു, അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അതിനേക്കാൾ സങ്കീർണമാവുന്നു. അങ്ങനെ മുകളിലോട്ട് നിങ്ങൾ സ്റ്റെപ്പ് കയറി കയറി പോകുമ്പോഴേക്കും അന്തിമമായിട്ട് പ്രോബ്ലം സോൾവിങ്ങിൽ എത്തുമ്പോഴേക്കും പഠനത്തിന്റെ സങ്കീർണത കൂടിക്കൂടി വരുന്നു. അപ്പൊ സങ്കീർണതയുടെ അടിസ്ഥാനത്തിലാണ് ഗാഗ്നെ പഠനശ്രേണി രൂപീകരിച്ചത്. ഇനി അടുത്തതിലേക്ക് പോവാം. ഗാഗ്നയുടെ പഠനശ്രേണിയിലെ ഏറ്റവും ഉയർന്ന തലം പ്രശ്നപരിഹരണം. അമ്മയെ കാണുമ്പോൾ കുട്ടി ചിരിക്കുന്നു. ഗാഗ്നയുടെ പഠനശ്രേണിയിലെ ഏതുതരം പഠനം? സംജ്ഞാ പഠനം. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ചുവന്ന സിഗ്നൽ കാണുമ്പോൾ നിങ്ങൾ വണ്ടി നിർത്തുന്നു, പച്ച സിഗ്നൽ കാണുമ്പോൾ ഓടിച്ചു പോകുന്നു. ഏത് തരം പഠനം? ചോദക പ്രതികരണ പഠനം. അക്ഷരങ്ങൾ പഠിച്ച കുട്ടി അതുപയോഗിച്ച് വാക്കുകൾ പഠിച്ച കുട്ടി അതുപയോഗിച്ച് വാചകങ്ങളും ഉണ്ടാക്കുന്നു. ഏത് തരം പഠനം? ഗാഗ്നയുടെ ശൃംഖലാ പഠനം. ഇറ്റ് ഈസ് കോൾഡ് ചെയിനിങ്. ശൃംഖലാ പഠനം. ആശയം മനസ്സിലാക്കണം കേട്ടോ. പിന്നെ കുട്ടി ആശയത്തെ പൂർവാപര ബന്ധത്തോടെ പ്രകടിപ്പിക്കുന്ന പഠനം, അതിനെയാണ് വചന സഹചരത്വം, ഭാഷാപരമായ സംയോജനം അഥവാ വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഭാഷയിൽ കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഇതിന് മുമ്പ് അവതരിപ്പിച്ച കാര്യവുമായിട്ട് പൂർവാപര ബന്ധം ഉണ്ടായിരിക്കണം. അതായത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയ വേറൊരു കാര്യമായിരിക്കരുത് പറയേണ്ടത്. അത് പൂർവാപര ബന്ധം ഉണ്ടാവണം. അതായത് പശു പാൽ തരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പശുവിന് കെട്ടിയിട്ടിരിക്കുന്ന തെങ്ങിനാണ്. തെങ്ങ് ഒരു കേരളത്തിലെ കാർഷിക ഉൽപ്പന്നമാണ്, തേങ്ങ അതിൽ നിന്ന് കിട്ടും. ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. പശു പാൽ തരുന്നുണ്ടെങ്കിൽ പിന്നെ പശുവിനെ കുറിച്ചും പാലിനെ കുറിച്ചും തന്നെ ആയിരിക്കണം അടുത്ത വാചകം ഉണ്ടാവേണ്ടത്. അതിനെയാ പറയുന്നത് പൂർവാപര ബന്ധം. ഈ കഴിവുണ്ടാവുന്നത് ഭാഷാപരമായ സംയോജനം, വെർബൽ അസോസിയേഷൻ കഴിവ് നിങ്ങൾക്കുള്ളപ്പോൾ മാത്രമാണ്. അടുത്തത്, ഗാഗ്നയുടെ അഭിപ്രായത്തിൽ കുട്ടി ആശയത്തെ വർഗീകരിച്ചും വിവേചിച്ചും സാമാന്യവൽക്കരിച്ചും എത്തുന്നു. ബഹുമുഖ വിവേചനം. ഞാൻ വേണം ഒരു ചോദ്യം നിങ്ങളോട് പറയുന്നു. അതായത് ആദ്യത്തെ ക്ലാസ്സിൽ അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികളെയും കൂട്ടി സ്കൂൾ പച്ചക്കറി തോട്ടത്തിലേക്ക് പോയി, അല്ലെങ്കിൽ സ്കൂൾ പൂന്തോട്ടത്തിലേക്ക് പോയി. അവിടെ പോയിട്ട് കുട്ടികളോട് വിവിധ തരം പൂക്കളും ചെടികളും ഒക്കെ നിരീക്ഷിച്ച് പഠിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാൻ ആവശ്യപ്പെട്ടു. എന്ത് തരം പഠനമാണ് ഗാഗ്നയുടെ പഠന ശ്രേണിയിലെ ഏത് തരം പഠനമാണ് ഇവിടെ ടീച്ചർ ലക്ഷ്യമാക്കുന്നത്? ബഹുമുഖ വിവേചനം. അതായത് സ്കൂൾ പൂന്തോട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? പലതരത്തിലുള്ള പൂക്കൾ ഉണ്ടാവും, പലതരത്തിലുള്ള ചെടികൾ ഉണ്ടാവും, പച്ച, മഞ്ഞ, നീല ഒക്കെ. ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടില്ലേ? അങ്ങനെ പലതരം കാര്യങ്ങൾ ഉണ്ടാവും. ഒറ്റ പുഷ്പം ഉണ്ടാവും, ഒരു കൊലയിലുള്ള പുഷ്പം ഉണ്ടാവും. ഇതൊക്കെ നിരീക്ഷിച്ചും വർഗീകരിച്ചും വിവേചിച്ചും ഒരു കുറിപ്പ് എഴുതാൻ കുട്ടിയോട് ആവശ്യപ്പെട്ടാൽ ഗാഗ്നയുടെ പഠന ശ്രേണിയിലെ ബഹുമുഖ വിവേചനമാണ് ടീച്ചർ ലക്ഷ്യമാക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ചോദ്യം ഉണ്ടാവുക. മൂർത്തമായ ആശയത്തിൽ നിന്ന് അമൂർത്തമായ ആശയത്തിലേക്കുള്ള പഠനം അറിയപ്പെടുന്നത് ആശയ പഠനം. കോൺക്രീറ്റ് ആയ ഒന്നിൽ നിന്ന് അമൂർത്തമായതിലേക്ക്, അബ്സ്ട്രാക്റ്റ് ആയതിലേക്ക് നീങ്ങുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് കൺസെപ്റ്റ് ലേണിംഗ് അക്കോർഡിംഗ് ടു ഗാഗ്നെ. ഗാഗ്നയുടെ അഭിപ്രായത്തിൽ രണ്ടോ അതിലധികമോ ആശയങ്ങളുടെ അർത്ഥപൂർണമായ ശൃംഖലയാണ് തത്വം. ഇത് മനസ്സിലാക്കാൻ എപ്പോഴും വാട്ട്സ് എ റൂൾ? റൂൾ എന്ന് വെച്ചാൽ ഇത് പറയുന്നത് തത്വ പഠനം അഥവാ റൂൾ ലേണിംഗ്. റൂൾ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ആശയങ്ങളുടെ അതിൽ നിന്ന് കിട്ടുന്ന ജനറലൈസേഷനെ നമ്മൾ ക്രമീകരിച്ചുണ്ടാക്കുന്നതാണ് റൂള്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഉയരം കൂടുന്തോറും തണുപ്പ് കൂടി വരുന്നു. അതൊരു തത്വമാണ്. ഓക്കെ, ആ തത്വം നമ്മൾ രൂപീകരിച്ചത് അതിനു മുമ്പ് പറഞ്ഞ ആശയങ്ങളിൽ നിന്നാണ്. സോ ആശയങ്ങളിൽ നിന്നാണ് തത്വം രൂപീകൃതമാകുന്നത്. അടുത്തത് ഐഡന്റിറ്റി വിഷയം മാറി കേട്ടോ. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് എറിക്സൺ. ഐഡന്റിറ്റി
ക്രൈസിസ്. അതായത് എറിക്സൺ എന്ന് പറയുന്നത് മുഴുവൻ പേര് നിങ്ങൾക്കറിയാം, എറിക് എറിക്സൺ. എറിക് എറിക്സൺ എന്ന് പറയുന്നത് ഒരു സോഷ്യോ സൈക്കോളജിയുടെ ആളാണ്. വെറും സൈക്കോളജി അല്ല, നമ്മൾ പറഞ്ഞതുപോലെ സോഷ്യോ സൈക്കോളജി. ഞാനിവിടെ എഴുതുന്നു മലയാളം സാമൂഹ്യ മനഃശാസ്ത്രം. അപ്പൊ എറിക്സന്റെ വിഷയം ഇൻഡിവിജ്വൽ സൈക്കോളജി അല്ല. ഇൻഡിവിജ്വൽ സൈക്കോളജി ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൽഫ്രഡ് അഡ്ലർ ഒക്കെ ഇൻഡിവിജ്വൽ സൈക്കോളജിയുടെ ആളാണ്. ഓക്കെ. എന്നാൽ സോഷ്യൽ സൈക്കോളജിയാണ് ആരുടെ വിഷയം? എറിക് എറിക്സന്റെ വിഷയം സാമൂഹ്യ മനഃശാസ്ത്രം. പക്ഷേ സാമൂഹ്യ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേർട്ട് ലെവിനാണ്. ഇത് മറക്കരുത്. സാമൂഹ്യ മനഃശാസ്ത്രത്തിന്റെ പിതാവ് കേർട്ട് ലെവിൻ. എറിക് എറിക്സണും ഇതേ മേഖലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സാമൂഹ്യ മനഃശാസ്ത്രം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പഠന വിഷയം. പക്ഷേ എറിക്സണേക്കാൾ കൂടുതൽ കേർട്ട് ലെവിനെയാണ് സാമൂഹ്യ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത് ഈ വിഷയത്തില് ഐഡന്റിറ്റി ക്രൈസിസ് നാം ഇന്ന് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഒരു യുവാവ്, ആ യുവാവ് തന്റെ സമൂഹത്തിൽ എന്താണ് റോൾ നിർവഹിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റാതായി വരുമ്പോൾ, അദ്ദേഹത്തിന് താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് വേണ്ടി സൃഷ്ടിപരമായി ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, ഷി ഫീൽ സംതിങ് ലൈക്ക് ഹിസ് ഐഡന്റിറ്റി ഈസ് ബീയിങ് ഇൻ ക്രൈസിസ് എന്ന് തോന്നുന്നു. പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. ഇപ്പൊ നല്ലോണം പഠിച്ചു, ഒരു ജോലി കിട്ടിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ അസ്തിത്വത്തെ കുറിച്ച് തന്നെ ഒരു മോശം ഇതുണ്ടാവും. വാട്ട് ഈസ് മൈ റോൾ ഇൻ മൈ സൊസൈറ്റി എന്നുള്ളതിന് യു കനോട്ട് ഹാവ് എ ഫൈനൽ റിപ്ലൈ. ബട്ട് നിങ്ങൾ നന്നായി പഠിച്ചു, നല്ല ജോലി കിട്ടി, വിവാഹം ചെയ്തു, ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു, ഒരു യങ്ങർ ഏജിൽ തന്നെ. അപ്പൊ നിങ്ങൾക്ക് പറയാം എന്ത്, ദർ ഇസ് നോ ഐഡന്റിറ്റി ക്രൈസിസ് ഇൻ മൈ ലൈഫ് എന്ന് പറയാം. ഓക്കെ. അപ്പോ ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ള വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് സാമൂഹ്യ മനഃശാസ്ത്രജ്ഞനായ എറിക് എറിക്സൺ ആണ്. അടുത്തത് സംഘർഷഘട്ട സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് എറിക്സൺ. അതായത് കോൺഫ്ലിക്റ്റ് സ്റ്റേജ് തിയറി. കോൺഫ്ലിക്റ്റ് സ്റ്റേജ് തിയറി, സംഘർഷഘട്ട സിദ്ധാന്തം. എറിക്സൺ പറയുന്നു, ഓരോ വ്യക്തിയും അവന്റെ ജീവിതത്തിൽ, അവൻ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള അവന്റെ വികാസ ഘട്ടങ്ങളുണ്ടല്ലോ, ആ ഘട്ടങ്ങളിൽ 8 തരം സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. When a child is born into this world, the very moment the child is passing into a കോൺഫ്ലിക്റ്റ് സ്റ്റേജ്. നമ്മൾ വിചാരിക്കും ഒരു കുട്ടി, ചെറിയ കുട്ടി, ജനിച്ചു വീഴുന്ന കുട്ടി, അല്ലെങ്കിൽ 1/2 വയസ്സായ കുട്ടി, 1 വയസ്സായ കുട്ടി, എന്ത് സംഘർഷമാണ് ആ കുട്ടിക്ക് നേരിടാൻ വേണ്ടി പോകുന്നത്? ഒരു സംഘർഷവും ഇല്ല, ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ തോന്നും. അല്ല, സാമൂഹ്യ മനഃശാസ്ത്രജ്ഞനായ കേർട്ട് ലെവിൻ പറയുന്നത് ഈവൻ ഒരു 0 മുതൽ 1, 1.5, 2 വയസ്സ് വരെയുള്ള കുട്ടി, ഈ കുട്ടി പോലും സംഘർഷഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആകെ 8 സംഘർഷഘട്ടങ്ങളുണ്ട്. ഈ കുട്ടി ഏത് സംഘർഷഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്? എറിക്സൺ പറയുന്നു, വിശ്വാസം, പിന്നെയോ പകരം അവിശ്വാസം. അതായത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ 8 സംഘർഷഘട്ടം, അതായത് ഗാഗ്നയുടെ പഠന ശ്രേണിയിൽ 8 സംഘർഷഘട്ടങ്ങളാണ്, അല്ല 8 പഠന ശ്രേണികളാണുള്ളത്. അതേപോലെ ഇദ്ദേഹത്തിന്റെ കോൺഫ്ലിക്റ്റ് സ്റ്റേജിൽ എറിക്സൺഡേയിൽ 8 ഉള്ളത്. ഓക്കെ. ബിനെ സൈമൺ ടെസ്റ്റിൽ ബുദ്ധി പരീക്ഷയിൽ 30 ചോദ്യങ്ങളാണുള്ളത്. ഓക്കെ. തെമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൽ 30 കാർഡുകളാണുള്ളത്. ഇതൊക്കെ ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി. തെമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് 30 കാർഡുകൾ. ഓക്കെ. ബിനെ സൈമൺ ടെസ്റ്റിലെ ചോദ്യങ്ങൾ, IQ ചോദ്യങ്ങളാകെ 30 എണ്ണം. ഗാഗ്നയുടെ പഠന ശ്രേണിയിൽ 8 തലം. എറിക്സന്റെ കോൺഫ്ലിക്റ്റ് സ്റ്റേജിൽ 8 തലം. ഏറ്റവും ആദ്യത്തെ തലമാണ് എന്ത്? വിശ്വാസം, അവിശ്വാസം. ചെറിയ കുട്ടി, 1 വയസ്സുള്ള കുട്ടി, നിങ്ങളുടെ കുട്ടിയെ നിങ്ങളൊന്ന് ഓർത്തു നോക്കും. എപ്പോഴും അങ്ങനെയാ പഠിക്കേണ്ടത്. പിയാഷെ ഒക്കെ പഠിച്ചത് പല കാര്യങ്ങളും, ഭൗതിക വികാസത്തെ കുറിച്ച് പിയാഷെ പഠിച്ചത്, കേർട്ട് ലെവിനൊക്കെ പഠിച്ചത് സ്വന്തം കുട്ടികളെ നോക്കിയിട്ടാണ്. പിയാഷെ പഠിച്ചത് മുഴുവനും സ്വന്തം കുട്ടികളെ നിരീക്ഷിച്ചിട്ടാണ്.
എലിയെയും പൂച്ചയെയും പ്രാവിനെയും നിരീക്ഷിച്ചിട്ടല്ല. അതേപോലെ നിങ്ങൾ നിരീക്ഷിക്കൂ, നിങ്ങളുടെ വീട്ടിൽ 1 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. കുട്ടി കരയുന്നു. കുട്ടി എന്തിനാ കരയുന്നത്? അവിടെ കെട്ടെ. കുട്ടി കരയുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ ഒരു വിശ്വാസമുണ്ട്. അതായത് ഞാൻ കരഞ്ഞാൽ അമ്മ ഓടി വരും, അമ്മ എന്നെ എടുക്കും, അമ്മ എന്നെ വാരിപ്പുണരും, അമ്മ എനിക്ക് ഉമ്മ തരും. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസം കുട്ടിയുടെ മനസ്സിലുണ്ട്. ഓക്കെ. ഇനി കുട്ടി കരയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ വേറെന്തോ പണിയിലാണ്, കുട്ടി കരയുന്നതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നോർമലി കുട്ടിയിൽ ഒരു അവിശ്വാസം വളർന്നു വരും. എന്ത്? ഞാൻ കരഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അമ്മ വരില്ല. അപ്പോ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ വിശ്വാസം ഇല്ലാതാവുകയും പകരം അവിശ്വാസം ഉണ്ടാവുകയും ചെയ്യും. എന്ന് വെച്ചാൽ എറിക്സൺ പറയുന്നു, ഈ ഓരോ ഘട്ടവും, അതായത് 8 ഘട്ടത്തിലെ ഓരോ ഘട്ടവും സുഖകരമായി നിങ്ങൾ താണ്ടിയാൽ മാത്രമേ നിങ്ങളുടെ മൊത്തം ജീവിതം ഒരു സാമൂഹ്യ ജീവിതം സന്തോഷകരമായ ജീവിതമാണെന്ന് പറയാൻ പറ്റും. സോ ഈ 8 സ്റ്റേജും വിജയകരമായി നിങ്ങൾ പൂർത്തിയാക്കണം. അപ്പോൾ മാത്രമേ ഒരു സുഖകരമായ സാമൂഹ്യ ജീവിതം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റൂ എന്നാണ് എറിക്സൺ പറയുന്നത്. ഇപ്പോ 1ാമത്തെ ഘട്ടത്തിൽ തന്നെ കുട്ടി കരയുന്നു, പക്ഷെ അമ്മ മൈൻഡ് ചെയ്യുന്നില്ല. വാട്ട് വിൽ ഹാപ്പൻ? സി ദ ട്രസ്റ്റ് വിൽ ലൂസ് ദെയർ. ട്രസ്റ്റ് ഇല്ലാതാവുകയും പകരം മിസ്ട്രസ്റ്റ് എമർജ് ചെയ്ത് വരികയും ചെയ്യും. ഓക്കെ. അപ്പൊ അതിന്റെ അർത്ഥം ഈ കുട്ടി 2ാമത്തെ ഘട്ടത്തിലേക്ക് പോകുന്നത് 1ാമത്തെ ഘട്ടത്തിലെ പരാജയത്തിന്റെ കയ്പ് നീരുമായിട്ടാണ്. അപ്പൊ നോർമലി 2ാം ഘട്ടത്തിലും കുട്ടി പ്രശ്നങ്ങളെയാണ് നേരിടാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും 1ാം ഘട്ടത്തിൽ ഉണ്ടായ വീഴ്ച, മിസ്ട്രസ്റ്റ് കുട്ടിയെ 2ാം ഘട്ടത്തിൽ പ്രതികൂലമായി ബാധിക്കും. അത് 3ാം ഘട്ടത്തെയും ബാധിക്കും. അപ്പൊ വാട്ട് എറിക്സൺ സേസ് ദാറ്റ് എവറി സ്റ്റേജ് ഇസ് ഇമ്പോർട്ടന്റ് ആൻഡ് ക്രോസിംഗ് ഓവർ എവറി സ്റ്റേജ് വിത്ത് ഹാപ്പിനെസ്, എങ്കിൽ മാത്രമേ യു ക്യാൻ ലീഡ് എ ഗുഡ് സോഷ്യോ സൈക്കോളജിക്കൽ ലൈഫ്. അപ്പൊ ഇത്രയാണ് സംഘർഷഘട്ട സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് എറിക്സൺ. ഇനി ഞാൻ ഈ അവസാന ഘട്ടം പറയാം, 8ാമത്തെ സ്റ്റേജ്. അതായത് നിങ്ങൾക്ക് ഒരു 60 വയസ്സായി, 65 വയസ്സായി. ഈ 60-65 വയസ്സായ ഒരാൾ, നിങ്ങളുടെ മുത്തച്ഛൻ എന്താ ചെയ്യുന്നത്? ഓക്കെ, വീടിന്റെ മുൻവശത്തിരിക്കുന്നു, കസേരയിൽ ഇരിക്കുന്നു, വെറുതെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. എന്താ ആലോചിക്കുന്നത്? തന്റെ പിന്നിലുള്ള ജീവിതം എങ്ങോട്ടായിരുന്നു, പുറകോട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു, ഞാൻ ജീവിതത്തിൽ എന്തൊക്കെ നേടി, എത്ര മക്കളുണ്ട്, അവരുടെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തുവോ, അവർക്കൊക്കെ നല്ല വീടുണ്ടോ, അവർക്കൊക്കെ നല്ല ജോലിയായോ, എല്ലാത്തിനും ശരിയാണ്, എല്ലാം ഹാപ്പി ആണെങ്കിൽ ഓക്കെ, ഹി വിൽ ഫീൽ ഇന്റഗ്രിറ്റി ഇൻ ദ ലൈഫ്. ബട്ട് എന്താണ്, 60-65 വയസ്സായിട്ടും ഒന്നും സംഭവിച്ചില്ല. ഇപ്പോഴും വാടക വീട്ടിലാണ് നിൽക്കുന്നത്, കുട്ടികളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, ആകെ പ്രശ്നമാണ്, ബാങ്കിൽ കടമാണ്. ഇങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഹി വിൽ ഫീൽ ഡെസ്പയർ, ഒരു നിരാശ തോന്നും. അപ്പോ there is a war between, conflict between integrity versus despair. ഇതാണ് 8ാമത്തെ സ്റ്റേജ്. എന്തുകൊണ്ടാണ് 8ാമത്തെ സ്റ്റേജിൽ ഡെസ്പയർ ഉണ്ടാകുന്നത്? എറിക്സൺ പറയുന്നത് അതിന്റെ ബീജാങ്കുരണം നടന്നത് ഇവിടെ വെച്ചാണ്. ഏത്? അവിശ്വാസം വെച്ചാണ്. അപ്പോ എറിക്സൺ പറയുന്നു ഓരോ സ്റ്റേജും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കണം എന്ന്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. എറിക്സന്റെ പഠന മേഖല ഐ ടോൾഡ് യു ഏർലിയർ, സാമൂഹ്യ മനഃശാസ്ത്രം അഥവാ സോഷ്യോ സൈക്കോളജി. അടുത്തത് എറിക്സന്റെ സംഘർഷഘട്ടത്തിൽ എത്ര തലങ്ങളുണ്ട്? 8. അടുത്തത് എറിക്സന്റെ അഭിപ്രായത്തിൽ ഒരു LP UP കുട്ടി അനുഭവിക്കുന്ന സംഘർഷഘട്ടത്തിന്റെ പ്രത്യേകത. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ദർ ഇസ് എവറി ചാൻസ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ബീങ് ആസ്ക്ഡ് ഇൻ ദി എക്സാം. അതായത് ഒരു LP UP കുട്ടി അനുഭവിക്കുന്ന സംഘർഷഘട്ടം. ഒരു LP UP കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു LP-യിലാവണമെങ്കിൽ 4 വയസ്സ്, 6 വയസ്സ്, 10, 11, 12 വയസ്സുള്ള കുട്ടി അനുഭവിക്കുന്ന സംഘർഷഘട്ടം. അതായത് പരിശ്രമവും അപകർഷതാബോധവും. അതായത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഈ ചോദ്യം വരും കേട്ടോ. അതായത് എറിക്സന്റെ അഭിപ്രായത്തിൽ
ഒരു LP UP കുട്ടി അനുഭവിക്കുന്ന സംഘർഷഘട്ടം എന്ന് പറയുന്നത് പരിശ്രമവും അപകർഷതാബോധവും. Then I will explain this. എന്താണ് പരിശ്രമം എന്ന് വെച്ചാൽ ഇൻഡസ്ട്രി. അതായത് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പല തരത്തിലുള്ള നിർമ്മാണങ്ങളും സൃഷ്ടിപരമായ കഴിവും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഈ സൃഷ്ടിപരമായ കഴിവ് അധ്യാപകൻ പ്രോത്സാഹിപ്പിക്കണം. ഇനി പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുട്ടികളിൽ ഒരു അപകർഷതാബോധം ഉണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയാം. വീട്ടിലെ അനാവശ്യമായ പ്ലാസ്റ്റിക് കടലാസുകളും പ്ലാസ്റ്റിക്കും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അരുൺ മനോഹരമായ ഒരു കളിപ്പാട്ടുണ്ടാക്കി. വീട്ടിൽ വെറുതെ കിടക്കുന്ന വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകളും അതുപോലെ തന്നെ ഹാർഡ്വുഡ് വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവൻ അതിന് പെയിന്റ് ഒക്കെ ചെയ്ത് മനോഹരമായ കളിപ്പാട്ടുണ്ടാക്കി. ഈ കളിപ്പാട്ടം അവൻ സ്കൂളിൽ ക്ലാസ്സിൽ കൊണ്ടുവന്ന് മറ്റു കുട്ടികളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. ഓക്കെ, കുട്ടികളൊക്കെ അഭിനന്ദിച്ചു. പക്ഷെ അധ്യാപകൻ വന്നിട്ട് അരുണിനെ ചീത്ത പറഞ്ഞു എന്ന് വെച്ചോ, സങ്കല്പിച്ചോ. അതായത് എന്തായി കാണിക്കൂട്ടുന്നത്? പഠിക്കാൻ നേരത്താണോ ഇങ്ങനെയുള്ള അനാവശ്യമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ കളിപ്പാട്ടം ചുരുട്ടിക്കൂട്ടി വേറെ എവിടെയെങ്കിലും എറിഞ്ഞു കളഞ്ഞു എന്ന് വെച്ചോ. വാട്ട് ഹാപ്പൻ? ഈ കുട്ടിയുടെ ഉള്ളിലുണ്ടായ ഇൻഡസ്ട്രി, പരിശ്രമ ബോധം, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടന്നു ചെന്ന് നിർമ്മാണങ്ങൾ നടത്താനുള്ള, സൃഷ്ടിപരമായ രൂപമാതൃകകൾ ഉണ്ടാക്കാനുള്ള കുട്ടിയുടെ ഒരു ശ്രമം ഉണ്ടല്ലോ, ആ ശ്രമമാണ് ഈ അധ്യാപകൻ ഇല്ലാതാക്കിയത്. അപ്പോ നോർമലി കുട്ടിക്ക് വരുന്നത് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. കുട്ടി ചെയ്ത നല്ല കാര്യത്തെ നമ്മൾ അംഗീകരിക്കുക എന്നതാണ് എറിക്സൺ ഈ മേഖലയിൽ പറയുന്നത്. അപ്പോ കുട്ടികൾ ഉണ്ടാക്കിയ മനോഹരമായ നിർമ്മാണങ്ങളും രൂപമാതൃകകളും സ്കൂളിൽ പ്രദർശിപ്പിക്കുമ്പോൾ അധ്യാപകൻ അതിന് വേണ്ടത്ര പ്രോത്സാഹനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഈ പരിശ്രമം തുടർന്നുകൊണ്ടേ പോവുകയും കുട്ടിയിൽ അപകർഷതാബോധം ഇല്ലാതാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് എ ടീച്ചർ ഷുഡ് നോ ദ സോഷ്യൽ സൈക്കോളജി ഓഫ് ദ സ്റ്റുഡന്റ് ടു ഹും ഷീ ഈസ് ടേക്കിംഗ് ലെസൺ. വെറുതെ അധ്യാപകൻ പുസ്തകമായിട്ട് വന്നിട്ട് ക്ലാസ്സിൽ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, മറിച്ച് ഓരോ കുട്ടിയെയും അധ്യാപകൻ അറിയണം. ഓരോ കുട്ടിയുടെയും കഴിവുകൾ, ഇൻഡസ്ട്രി, അവരുടെ പരിശ്രമവും അത് പ്രോത്സാഹിപ്പിക്കണം. എങ്കിൽ മാത്രമേ കുട്ടിക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വിജയകരമായി പോകാൻ പറ്റൂ. ഓക്കെ, അടുത്തത് എറിക്സന്റെ അഭിപ്രായത്തിൽ ഒരു ഹയർ സെക്കൻഡറി കുട്ടി അനുഭവിക്കുന്ന സംഘർഷഘട്ടം. ഒരു ഹയർ സെക്കൻഡറി കുട്ടി എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെയോ 12ാം ക്ലാസ്സിലെയോ കുട്ടി. അതായത് ഒരു 17-18 വയസ്സിലെ കുട്ടി, ഒരു യുവാവ് ആയിട്ടില്ല, കൗമാരത്തിന്റെ അവസാനം, ആ ഘട്ടത്തിലുള്ള കുട്ടി അനുഭവിക്കുന്ന സംഘർഷഘട്ടം എന്ന് പറയുന്നത് അസ്തിത്വബോധവും വ്യാകുലതയും. ഓക്കെ, കുട്ടിയുടെ സെൽഫിനെ കുറിച്ച്, കാളിയും ഒക്കെ പറഞ്ഞ സെൽഫ് ഉണ്ടല്ലോ, ആ സെൽഫിനെ കുറിച്ച് ഒരു അഹംബോധം, അതിൽ ആണ് അസ്തിത്വബോധം. ഈ അഹംബോധം ഇല്ലാതാവുമ്പോൾ കുട്ടിക്ക് ഇനി എന്ത് ഞാൻ മുന്നോട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യാകുലത ഉണ്ടാവുന്നു. അപ്പോ അസ്തിത്വബോധവും വ്യാകുലതയും, ഐഡന്റിറ്റി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, വ്യാകുലത, ഇത് രണ്ടും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവുന്നു. ഇവിടെ അസ്തിത്വബോധം വിജയിക്കുകയും വ്യാകുലത തളരുകയും ചെയ്യണം. അപ്പോൾ മാത്രമേ അവന് അടുത്ത ഘട്ടത്തിലേക്ക്, പ്രായപൂർത്തി ഘട്ടത്തിലേക്ക് നന്നായി കടക്കാൻ പറ്റൂ. ഇതാണ് എറിക്സൺ പറയുന്നത്. സോ എവറി സ്റ്റേജ് ഓഫ് എറിക്സൺ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് എവറി ഇൻഡിവിജ്വൽ. സാമൂഹ്യ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ഞാൻ പറഞ്ഞതാണ് കേർട്ട് ലെവിൻ. സാമൂഹ്യ മനഃശാസ്ത്രം, കേർട്ട് ലെവിനും എറിക്സണും ഒരേ ഫീൽഡാണ്. പക്ഷെ കേർട്ട് ലെവിനെയാണ് നമ്മൾ സാമൂഹ്യ മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ട് വിളിക്കുന്നത്. അടുത്തത് ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേർട്ട് ലെവിൻ. ക്ഷേത്ര സിദ്ധാന്തം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ്. ഫീൽഡ് തിയറി മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. നോക്കട്ടെ അടുത്ത ചോദ്യം എന്താണെന്ന്. സാമൂഹ്യവിധിയുടെ പിതാവ്, ഇത് കേട്ടോളൂ. സാമൂഹ്യവിധിയുടെ പിതാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പം ജെ എൽ മോറിനെ
ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഉത്തരം. ശരിയാണ്, ജയൽ മോറിനോ ആണ് സാമൂഹ്യവിധി എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷെ സാമൂഹ്യവിധി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത്, ആ സമഗ്രമായ സ്റ്റഡി, ആ ആശയം മുന്നോട്ട് വെച്ചത് ഓപ്ഷനിൽ കേട്ട് ലെവിൻ ഉണ്ടെങ്കിൽ കേട്ട് ലെവിൻ എഴുതണം. കേട്ട് ലെവിന്റെ സാമൂഹ്യവിധി എന്ന ആശയമാണ് പിന്നീട് മോറിനോ വിദ്യാഭ്യാസ മേഖലയിൽ പ്രസക്തമാക്കിയത്. അത്രയും മാത്രം. അപ്പൊ ഞാൻ തിരിച്ചു പോവാണ്. ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ പിതാവ്, ഫീൽഡ് തിയറിയുടെ പിതാവ് കേട്ട് ലെവിൻ. ഇവിടെ ശ്രദ്ധിക്കുക കാര്യങ്ങള്. അതായത് ഓരോ വ്യക്തിയും അടങ്ങുന്ന ഒരു ജീവിത സ്ഥലമുണ്ട്. ആ ജീവിത സ്ഥലത്തെയാണ് ഞാനിപ്പോ ഈ വൃത്തത്തിൽ ഇങ്ങനെ വരച്ചത്. ഇതിനെ അദ്ദേഹം പറയുന്നു ലൈഫ് സ്പേസ്, ജീവിത സ്ഥലം. ഇവിടെ വ്യക്തിക്ക്, അതായത് ഞാനും നിങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ജീവിത സ്ഥലമുണ്ട്. ഈ ജീവിത സ്ഥലത്തില് ധാരാളം എന്തുണ്ട്, ഫീൽഡുകളുണ്ട്. ആ ഫീൽഡാണ് ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. എന്റെ മാർക്കിംഗ് അല്ല, എറിക്സൺ പറഞ്ഞതാണ് ഞാനിപ്പോ പറയുന്നത്. അതായത് ഈ വലിയ വൃത്തം എന്ന് പറയുന്നത് വ്യക്തിയുടെ സാമൂഹ്യ സാഹചര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ജീവിത രംഗമാണ്. ദറ്റ് ഈസ് കോൾഡ് ലൈഫ് സ്പേസ്. ഈ ലൈഫ് സ്പേസിനുള്ളിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങൾ ഞാൻ ഈ വരച്ചതാണ് ഫീൽഡ് എന്ന് പറയുന്നത്, FIELD. കേട്ട് ലെവിന്റെ അഭിപ്രായത്തിൽ ഓരോ വ്യക്തിയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ജീവിത സ്ഥലമുണ്ട്. ഈ ജീവിത സ്ഥലത്തിനുള്ളിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെയാണ് വ്യക്തിയുള്ളത്. വ്യക്തി മീൻസ് ഈ പേഴ്സൺ. ഈ പേഴ്സണിന് ഈ ലക്ഷ്യത്തിലേക്ക് പോകണം. അതിനെയാണ് ഞാൻ പറയുന്നത് ഗോൾ. ഇവിടെ P ഉണ്ട്, ഇവിടെ G ഉണ്ട്. ദാറ്റ് ഈസ് പേഴ്സൺ ഷുഡ് മൂവ് ടു ദ ഗോൾ. അതായത് നിങ്ങൾ പേഴ്സൺ ആണ്, യു ഷുഡ് മൂവ് ടു ദ ഗോൾ. ഗോൾ ഈസ് കാറ്ററ്റ്, ഗോൾ ഈസ് LPUP. ഓക്കെ, അപ്പോ നിങ്ങളുടെ ജീവിത സ്ഥലത്ത് നിങ്ങൾ പേഴ്സൺ, ഞാനിവിടെ നിങ്ങളുടെ പേര് എഴുതുന്നു, ഞാനിവിടെ LPUP എന്നും അല്ലെങ്കിൽ കാറ്ററ്റ് എന്നും എഴുതുന്നു. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. സോ യു വിൽ ഹാവ് ടു മൂവ് ടു ദ ഹോൾ. ഇനി എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിക്കാണ്ട് ഇവിടെ എത്തും ഇല്ല, സഞ്ചരിക്കണം. ദാറ്റ് മീൻസ് നിങ്ങൾ ഓരോ ക്ഷേത്രങ്ങളിലൂടെ, ഒരുപാട് ക്ഷേത്രങ്ങളിലൂടെ നിങ്ങൾ കടന്നു ചെല്ലണം. ഞാനിപ്പോ ഇവിടെ 6, 7, 8 ക്ഷേത്രമേ വരച്ചിട്ടുള്ളൂ. ലെവിൻ പറയുന്നു അസംഖ്യം ക്ഷേത്രങ്ങളുണ്ട് ജീവിതരംഗത്ത്. ഈ അസംഖ്യം ക്ഷേത്രങ്ങൾക്കുള്ളിൽ ഈ ഓരോ ഫീൽഡിനുള്ളിലും അട്രാക്റ്റീവും, നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നതും, നിങ്ങളെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ റിപ്പൾസ് ചെയ്യുന്നതും, അതായത് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ് ഈ ഓരോ ക്ഷേത്രത്തിലും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതും ആകർഷിക്കുന്നതും, എന്നാൽ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിൽ നിന്ന് നിങ്ങളെ വികർഷിക്കുന്നതുമായ ഒരുപാട് ക്ഷേത്രങ്ങള്, ശക്തികള് ഇവിടെ ഉണ്ട്. ഇതിനെയാണ് അദ്ദേഹം പറഞ്ഞത് വെക്ടേഴ്സ്. അപ്പോ ഈ വെക്ടേഴ്സ് എന്ന് പറയുന്നത് വ്യക്തിയെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിൽ ഉള്ള ക്ഷേത്രങ്ങളിൽ ഉൾക്കൊള്ളുന്ന ആകർഷണ വികർഷണ ശക്തികളെയാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വെക്ടേഴ്സില് നിങ്ങളെ LPUPയിലേക്ക് എത്തിക്കുന്നത് വെക്ടേഴ്സിലെ പോസിറ്റീവായിട്ടുള്ള ഫാക്ടറാണ്. അതിന് അദ്ദേഹം പറഞ്ഞത് വാലൻസ് എന്നാണ്. വാലൻസ്. അപ്പോ നിങ്ങളിലുള്ള, അതായത് വാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് വെക്ടറാണ്. നെഗറ്റീവ് വെക്ടറെ കുറയുകയും പോസിറ്റീവ് വെക്ടേഴ്സ് അഥവാ വാലൻസ് കൂട്ടി കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കേട്ടിട്ട് പരീക്ഷ പാസ്സാവാൻ വേണ്ടി പറ്റൂ. ദാറ്റ് മീൻസ് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലെ നെഗറ്റീവ് ആയിട്ടുള്ള റിപ്പൾസീവ് ഫാക്ടേഴ്സിനെ ഇല്ലാതാക്കുകയും പോസിറ്റീവ് ആയിട്ടുള്ള വെക്ടേഴ്സിനെ നിങ്ങൾ കൂട്ടുകയും വേണം. ഓക്കെ, ശരിയാണ്. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിന്റെ ക്ഷേത്ര സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. അടുത്തത്
സാമൂഹ്യവിധിയുടെ പിതാവ് കേട്ട് ലെവിനാണ്. ജെയൽ മൊറിനോ സാമൂഹ്യവിധിക്ക് ഒരു രൂപം നൽകി, അപ്ലിക്കേഷൻ സ്റ്റൈൽ നൽകിയതേ ഉള്ളൂ. കേട്ട് ലെവിൻ ഊന്നൽ നൽകിയത് ഞാൻ പറഞ്ഞു സാമൂഹ്യ മനഃശാസ്ത്രത്തിനും സാമഗ്ര്യവാദത്തിനും, അതായത് ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസിന്. ബേസിക്കലി കേട്ട് ലെവിൻ ഒരു ഗസ്റ്റാൾട്ട് വാദിയാണ്. ഒക്കെ കോഗ്നിറ്റിവിസ്റ്റും ആണ്, ഗസ്റ്റാൾട്ട് വാദിയും ആണ്. കേട്ട് ലെവിന്റെ അഭിപ്രായത്തിൽ അനേകം ആകർഷണ വികർഷണ ശക്തികൾ ഉൾക്കൊള്ളുന്ന വ്യക്തിയുടെ സ്ഥലമാണ് ജീവിത സ്ഥലം എന്നും കൂടെ എഴുതണം കേട്ടോ. അവിടെ ഉണ്ട്. വ്യക്തിയുടെ ജീവിത സ്ഥലമാണ് ലൈഫ് സ്പേസ്. ഈ ലൈഫ് സ്പേസിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ഫീൽഡ് ഉണ്ട്. ഇതാണ് ഫീൽഡ്. അതുകൊണ്ടാണ് ഇതിനെ ഫീൽഡ് തിയറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഫീൽഡിന്റെ ഉള്ളിലാണ് വെക്ടേഴ്സ് ഉള്ളത്. വെക്ടേഴ്സ് ആണ് അസംഖ്യം ആകർഷണ ശക്തിയും വികർഷണ ശക്തിയും ഉള്ളത്. അപ്പൊ അധ്യാപകൻ കുട്ടികളിലെ പോസിറ്റീവ് വെക്ടേഴ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിപ്പിക്കേണ്ടത്. ഇതാണ് സിമ്പിൾ. ഇതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ കേട്ട് ലെവിന്റെ സംഭാവന. അധ്യാപകൻ കുട്ടികളിലെ പോസിറ്റീവ് വെക്ടേഴ്സ്, ദാറ്റ് മീൻസ് വാലൻസുകളെ മനസ്സിലാക്കണം. അടുത്തത്, ക്ഷേത്ര സിദ്ധാന്തം ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നു? ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതായത് ക്ഷേത്ര സിദ്ധാന്തം ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നു? ടോപ്പോളജിക്കൽ സൈക്കോളജി. ശ്രദ്ധിക്കുക, ടോപ്പോളജി എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ്, കണക്കുമായിട്ട് ബന്ധമുള്ള കാര്യമാണ്, ഗണിതവുമായിട്ടുള്ള. എന്തിനാണ് ഇത് ടോപ്പോളജിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്? അതായത് ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ പല ആശയങ്ങളും കണക്കിലെ ടോപ്പോളജി എന്ന വിഷയവുമായിട്ട് വളരെയധികം സാമ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ ടോപ്പോളജിക്കൽ സൈക്കോളജി എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കും, ക്ഷേത്ര സിദ്ധാന്തം ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ടോപ്പോളജിക്കൽ സൈക്കോളജി എന്ന പേരിൽ അറിയപ്പെടുന്ന സിദ്ധാന്തം ഏത്? അപ്പൊ എഴുതണം ക്ഷേത്ര സിദ്ധാന്തം. ചില തിയറീസ് വേറെ പേരിൽ കൂടി അറിയപ്പെടും. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോടാണോ വേറെ ആരോടാണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഉദാഹരണത്തിന് ടോൾമാന്റെ ഒരു തിയറി ഉണ്ട്. എഡ്വേർഡ് ടോൾമാന്റെ ഒരു തിയറി ഉണ്ട്. അതിന്റെ പേര് പർപ്പസീവ് ബിഹേവിയറിസം എന്നാണ്. പർപ്പസീവ് ബിഹേവിയറിസം, അതായത് സ്വദേശ വ്യവഹാര സിദ്ധാന്തം, പർപ്പസീവ് ബിഹേവിയറിസ്റ്റ് തിയറി. ഈ പർപ്പസീവ് ബിഹേവിയറിസം എന്ന് പറയുന്നത്, ടോൾമാൻ ഒരു വ്യവഹാരവാദിയാണ്. അദ്ദേഹം പറയുന്നു സ്വദേശ വ്യവഹാര സിദ്ധാന്തം പഠനത്തില്. പക്ഷെ ഈ ബിഹേവിയറിസ്റ്റായ ടോൾമാൻ ഇദ്ദേഹത്തിന്റെ തിയറിയിൽ പലപ്പോഴും ഗസ്റ്റാൾട്ട് വാദത്തിലെ പല ആശയങ്ങൾ കൂടി അദ്ദേഹം ചേർത്തിട്ടാണ് അദ്ദേഹത്തിന്റെ പർപ്പസീവ് ബിഹേവിയറിസം എന്ന തിയറി മുന്നോട്ട് വച്ചത്. അതുകൊണ്ട് ഇതിനെ, ഈ പർപ്പസീവ് ബിഹേവിയറിസത്തെ സൈൻ ഗസ്റ്റാൾട്ട് തിയറി എന്നും കൂടെ പറയുന്നു. അതായത് പർപ്പസീവ് ബിഹേവിയറിസം ഈസ് ഓൾസോ കോൾഡ് സൈൻ ഗസ്റ്റാൾട്ട് തിയറി. വൈ? ബിക്കോസ് പർപ്പസീവ് ബിഹേവിയറിസം എന്ന തിയറി ഉണ്ടാക്കിയത് ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ കുറെ ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ്. സിമിലർലി ഇവിടെ ടോപ്പോളജിക്കൽ, അതായത് കണക്കിലെ ടോപ്പോളജിയിലെ കുറെ ആശയങ്ങൾ കൂടി കേട്ട് ലെവിൻ തന്റെ ഫീൽഡ് തിയറിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നുകൂടി പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യക്തിയും അയാളുടെ പ്രത്യക്ഷണവും പരിസ്ഥിതിയും അടങ്ങുന്നതാണ് ക്ഷേത്രം. വ്യക്തിയും അദ്ദേഹത്തിന്റെ പ്രത്യക്ഷണവും അതേപോലെ തന്നെ എൻവയോൺമെന്റും ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ പ്രത്യേകതക്കനുസരിച്ചാണ് വ്യക്തിയുടെ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇന്ന് നിങ്ങളോട് ദേഷ്യം തോന്നുന്നു, നാളെ നിങ്ങളോട് സ്നേഹം തോന്നുന്നു എന്ന് വെച്ചാൽ ഞാൻ അടങ്ങിയിരിക്കുന്ന ഫീൽഡ്, എൻവയോൺമെന്റ് ഇന്ന് അങ്ങനെയാണ്, നാളെ അങ്ങനെയല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് ദേഷ്യത്തോടെ സംസാരിച്ചു, നാളെ വന്ന് ഞാൻ നിങ്ങളോട് സോറി പറയുന്നു എന്ന് വെച്ചാൽ എൻ്റെ ഇന്നത്തെ ഫീൽഡ് വേറെ, നാളത്തെ ഫീൽഡ് വേറെ. അപ്പൊ ഫീൽഡിനെ സ്വാധീനിക്കുന്നത് എന്തൊക്കെയാണ് പറയാം. വ്യക്തിയിൽ ജീവിതാനുഭവങ്ങളുടെ ഭാഗമായി രൂപപ്പെടുന്ന ഒരു മാനസിക ക്ഷേത്രമാണ് ജീവിത രംഗം അഥവാ ലൈഫ് സ്പേസ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളോട്.
അടുത്തത് ലക്ഷ്യത്തിലേക്ക് വ്യക്തിയെ നയിക്കുന്ന ശക്തികളാണ് വെക്ടേഴ്സ്. അത് ഞാൻ പറഞ്ഞു. അനുകൂലമായ വെക്ടേഴ്സുകൾ ഉണ്ട്, വാലൻസുകൾ. അപ്പൊ ലക്ഷ്യത്തിലേക്ക് വ്യക്തിയെ നയിക്കുന്ന ശക്തികളാണ് വെക്ടേഴ്സ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കേട്ടിട്ട് LP UP എഴുതാൻ പോകുന്നവരല്ലേ, സ്വയം അനുകൂല വെക്ടേഴ്സുകൾ ഉണ്ടാക്കുക, പ്രതികൂലമായ വെക്ടേഴ്സുകളെ ഇല്ലാതാക്കുക. അടുത്തത് വസ്തുവിനോടുള്ള വ്യക്തിയുടെ ആകർഷണം അറിയപ്പെടുന്നത് വാലൻസ്. അതാ ഞാൻ പറഞ്ഞത്, പോസിറ്റീവ് വെക്ടേഴ്സ് ആർ കോൾഡ് വാലൻസ് എന്ന്. അതായത് ഒരു ബിഹേവിയറിനോട്, ഒരു വ്യവഹാരത്തോട് വ്യക്തി കാട്ടുന്ന ആകർഷണ സ്വഭാവം, വ്യക്തി അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് വാലൻസുകളാണ്. ഇനി അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലെവിന്റെ അഭിപ്രായത്തിൽ വ്യക്തിയുടെ വ്യവഹാരം എന്നതിന്റെ സമവാക്യം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. ബിഹേവിയർ സമം ഫങ്ഷൻ എഫ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഒരു വ്യക്തിയുടെ ബിഹേവിയർ എഫ് ഫങ്ഷൻ പ്രവർത്തനം, വാട്ട് പേഴ്സൺ ആൻഡ് എൻവയോൺമെന്റ് ഇൻ വിച്ച് ദ പേഴ്സൺ ഈസ് സിറ്റുവേറ്റഡ്. അതായത് വ്യക്തിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായി ഉണ്ടാവുന്നതാണ്? വ്യക്തിയുടെയും വ്യക്തി ഉൾക്കൊള്ളുന്ന സാഹചര്യങ്ങളുടെയും. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്നു, നിങ്ങളുടെ ജീവിത രംഗവും നിങ്ങളുടെ എൻവയോൺമെന്റും ഒക്കെ പ്രോപ്പറാണ് എങ്കിൽ നിങ്ങൾ നോർമലി റെഡ് സിഗ്നൽ കണ്ട വണ്ടി സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സപ്പോസ് ഡ്രൈവർ മദ്യപിച്ചിട്ടാണ് ഉള്ളതെങ്കിലോ, ആ ഡ്രൈവർ ഒരുപക്ഷെ റെഡ് സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല, അദ്ദേഹം ഓടിച്ചു പോകും. മീൻസ് അയാളുടെ എൻവയോൺമെന്റ് അയാളെ സ്വാധീനിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഏത് എൻവയോൺമെന്റിലാണോ നിങ്ങൾ ഉള്ളത്, ആ എൻവയോൺമെന്റിന്റെ പ്രത്യേകതയും നിങ്ങളുടെ പേഴ്സണിന്റെ പ്രത്യേകതയും കൂടിച്ചേർന്നിട്ടുള്ളതാണ് നിങ്ങളുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ബിഹേവിയർ ഇസ് ദ ഫങ്ഷൻ ഓഫ് പേഴ്സൺ ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് 50 ചോദ്യം. അപ്പൊ നമുക്ക് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ഇനിയും വരും. സോ ഒരു മാർക്ക് നിങ്ങൾക്ക് ഇപ്രാവശ്യം അധികം കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. So I am requesting you to join AIM Study Center and we assure you a better life in your life ahead. Okay, അപ്പൊ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ്, ലൈവ് വീഡിയോസ് ഉണ്ടാവും. ലൈവ് ചാറ്റിന് വേണ്ടിയിട്ട് ഗൂഗിൾ മീറ്റ് കൂടിയോ സൂമിൽ കൂടിയോ സംശയ നിവാരണത്തിനുള്ള സാധ്യതകളും ഉണ്ടാവും. അപ്പൊ AIM സ്റ്റഡി സെന്ററിലേക്ക് വിളിക്കുക. നമ്പർ ഇതിന്റെ താഴെക്കുടി കൊടുക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ എല്ലാവർക്കും കേട്ടറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ആശംസകൾ നൽകുന്നു. Okay, so I hope you enjoyed the class. So thank you for watching me and I express my sincere gratitude for watching me. This is Dr. V. Balakrishnan signing off today. See you again. Until then, goodbye.